അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരോടും ഒരു കാര്യം, പ്രത്യേകിച്ച് ഈ വീഡിയോ കുറച്ചു നേരം മാത്രം കണ്ടിട്ട് മൂവിയുടെ പേര് ചോദിക്കുന്നവരോടാണ്. അങ്ങനെയല്ല, അവര് വീഡിയോ പോലും കാണാതെയാണ് മൂവിയുടെ പേര് ചോദിക്കുന്നതെന്ന് എനിക്കറിയാം. കാരണം ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ മൂവിയുടെ പേരും അതേപോലെ തന്നെ താഴെ വ്യക്തമായിട്ട് അത് എഴുതി കാണിച്ച് അതിൻ്റെ വർഷവും എഴുതി കാണിച്ചിട്ടാണ് സ്റ്റോറി തുടങ്ങുന്നത്. ഇപ്പോൾ പല ആളുകളും അതുപോലും കാണാതെ അതിൻ്റെ താഴെ വന്നിട്ട് മൂവിയുടെ പേരെന്താണ്, ജസ്റ്റ് നിങ്ങൾ ഫുള്ള് കാണണ്ട, ജസ്റ്റ് ആ ഒരു ഇൻട്രോ മാത്രം ഒന്ന് കണ്ടു നോക്ക്, അപ്പോൾ തന്നെ മൂവിയുടെ പേരറിയാം. അത് മനസ്സിലാക്കിയിട്ട് പിന്നെ കാണണ്ട, നേരെ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് കണ്ടോ. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ മൂവിയുടെ പേര് ചോദിക്കുന്നതെന്ന് എനിക്കറിയാം. എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇൻട്രോ എങ്കിലും കാണാതെ വീഡിയോയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറയാൻ കാരണം വേറൊന്നുമല്ല, ഒരാൾ വന്നിട്ട് കമൻറ്റ് ചെയ്തേക്കാണ് മൂവിയുടെ പേരെങ്കിലും ഒന്ന് എഴുതി കാണിച്ചൂടെ എന്ന്. അപ്പോൾ ഇത്രയും ചെയ്ത് ഞാൻ ആരായി? അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഫുള്ള് കാണണമെന്നില്ല. ഇൻട്രോ തുടങ്ങുമ്പോൾ തന്നെ മൂവിയുടെ പേരും വർഷവും എഴുതി കാണിച്ചിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുമാത്രം കണ്ടിട്ട് നിങ്ങൾ മൂവി ഏതാണെന്ന് മനസ്സിലാക്കി ഡൗൺലോഡ് ചെയ്ത് കണ്ടോ. അത്രയെങ്കിലും ഒരു ക്ഷമ നിങ്ങൾ ഇതിൽ നിന്ന് കാണിക്കണം. കാരണം എല്ലാവർക്കും വേണ്ടിയിട്ട് മൂവിയുടെ പേര് ടൈപ്പ് ചെയ്തിടാൻ വയ്യ, അതുകൊണ്ടാണ്. ഓക്കെ, അതെല്ലാം പോട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ മൂവിയിലേക്ക് പോവാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2010 ഒരു ത്രില്ലർ മിസ്റ്ററി മൂവിയായിട്ട് പുറത്തിറങ്ങിയ ദി വാർഡ് എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചില സിനിമകൾ ഞാൻ കൊണ്ടുവരുമ്പോഴത്തേക്കും അതിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഈ മൂവിയുടെ ക്ലൈമാക്സ് അല്ലെങ്കിൽ ഇതിലുള്ള ട്വിസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയത്തില്ലാന്ന്. അതുപോലെ ഇന്ന് ഞാൻ പറയാണ്, ഈ മൂവിയുടെ ക്ലൈമാക്സ് എന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്ത് പോലും നോക്കാൻ കഴിയത്തില്ല. അങ്ങനെ നിങ്ങൾ കണ്ടുപിടിച്ചെന്നുണ്ടെങ്കിൽ കണ്ടുപിടിച്ചെന്ന് മാത്രം കമൻറ്റ് ചെയ്തേക്കാം. എന്താണെന്ന് കമൻറ്റ് ചെയ്ത് കളയരുത്, ബാക്കിയുള്ളവർക്ക് കാണാനുള്ള ഇൻട്രസ്റ്റ് നഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ. ഈ കഥയുടെ തുടക്കത്തിൽ നോർത്ത് ബെൻഡ് എന്ന് പറയുന്ന ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. ആ ഹോസ്പിറ്റലിനുള്ളിൽ കാണിക്കുമ്പോൾ അധികം ആളനൊക്കെ ഒന്നും ഇല്ലാത്തൊരു സ്ഥലം പോലെ എല്ലാം ശൂന്യമായിട്ട് കിടക്കുന്നു. അങ്ങനെ ക്യാമറ നേരെ പോകുന്നത് ഈ ഹോസ്പിറ്റലിലെ സൈക്കാട്രിക് പേഷ്യന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ മുറിയിലേക്കാണ്. ആ പെൺകുട്ടി എന്തോ ഒരു കാര്യം കണ്ട് നല്ലതുപോലെ പേടിച്ചേനിരിക്കുന്നു. പെട്ടെന്നാണ് ആ ഡോറിനടുത്തേക്ക് ആരോ ഒരാൾ വരുന്നത് പോലെയും ഇതിനകത്തേക്ക് കയറി ആ പെണ്ണിനെ ഉപദ്രവിക്കുന്നത് പോലെയും കാണിച്ചുകൊണ്ട് അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ പുറകിൽ നിന്നും ഏതോ ഒരു ഉയരമുള്ള ഒരു കറുത്ത രൂപം അവളുടെ കഴുത്തിൽ പിടിച്ച് മുകളിലേക്ക് ഉയർത്തുന്നതും ആ പെൺകുട്ടിയുടെ കഴുത്ത് ഞെരിച്ച് തന്നെ അവളെ കൊല്ലുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ എഴുതി കാണിക്കുമ്പോൾ തന്നെ അവിടെയും പല കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. വിചിത്രമായിട്ടുള്ള ഓപ്പറേഷൻസ് ചെയ്യുന്നു, അതേപോലെ തന്നെ ഒരുപാട് പേഷ്യൻസിനെ കൊടൂരമായിട്ട് ഉപദ്രവിക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ഇതൊരു മെന്റൽ ഹോസ്പിറ്റലാണോ അത് വേറെ എന്തെങ്കിലും ആണോ എന്നാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ നോർത്തേൺ ബെൻഡ് 1966 ഈ കഥ നടക്കുന്നത് പോലെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇപ്പൊ കാണിക്കുമ്പോൾ ഒരു വരണ്ട സ്ഥലം, അതിനുള്ളിലെ ഒരു കാടിനുള്ളിലൂടെ ഒരു പെൺകുട്ടി നല്ല വേഗതയിൽ പോകുന്നുണ്ട്. അത് നല്ല പേടിച്ചിട്ട് അതേസമയം തന്നെ ഇവളുടെ പിറകെ ഒരു പോലീസ് വണ്ടിയും വരുന്നുണ്ട്. അങ്ങനെ ആ പോലീസ് വണ്ടി അവളുടെ അടുത്തേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ അവൾ ഓടി വന്ന് ഒരു വീടിനടുത്തേക്ക് വന്നിട്ട് ആ വീട്ടിലെ ജനാലയിലെ കർട്ടനിൽ തീ വെക്കുന്നു. ഇപ്പൊ ഈ വീട് മുഴുവനായിട്ടും കത്തി തുടങ്ങുന്നതും അത് ആവശ്യമാണെന്നുള്ള രീതിയിൽ അവൾ അവിടെ നിൽക്കുമ്പോൾ പുറകിൽ വന്ന ആ 2 പോലീസുകാർ ഇത് ആ പെൺകുട്ടി തന്നെയാണെന്നും പറഞ്ഞ് ഓടി വന്ന് അവളെ പിടിച്ചുകൊണ്ട് പോവാണ്. പക്ഷെ അവളാണെങ്കിലോ പോകാനായിട്ട് വാശി പിടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ ആ 2 പോലീസുകാരും അവളെ പിടിച്ച് കാറിനകത്തേക്ക് കയറ്റി. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഈ സൈക്കാട്രിക് ഹോസ്പിറ്റലിന് വെളിയിലൂടെ ബോധമില്ലാതെ കിടക്കുന്ന ആ പെൺകുട്ടി അകത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ ഇത് വേറെ ആരുമല്ല, ഈ കഥയിലെ നായികയാണ്. അവളുടെ പേര് ക്രിസ്റ്റീൻ. അങ്ങനെ അകത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവളുടെ വസ്ത്രമെല്ലാം മാറുന്നു. അതേപോലെ തന്നെ ഈ ഹോസ്പിറ്റലിനുള്ളിലിടാനുള്ള ആ ഒരു യൂണിഫോം പോലത്തെ ഡ്രസ്സ് ഉണ്ടല്ലോ പേഷ്യൻസിന് കൊടുക്കുന്ന, അത് അവൾക്ക് ഇട്ടുകൊടുത്തിട്ട് അവളുടെ പേര് മറ്റു കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പോൾ 2 നേഴ്സുമാർ വന്ന് അവളെ നല്ലതുപോലെ തന്നെ വൃത്തിയാക്കുകയാണ്. അതേപോലെ അതിലൊരു നേഴ്സ് പറയുന്നുണ്ട് ഇവളെ ആ ഒരു വാർഡിലേക്കാകാം, അങ്ങനെയാണെങ്കിൽ ഇവളെ എന്തായാലും ആരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അവളെ കൊണ്ടുപോകുന്നത് ഒരു മെയിൽ നേഴ്സാണ്. അങ്ങനെ അവളുടെ കഴുത്തിന് പിടിച്ചിട്ട് ആ നേഴ്സ് അവളെ കൊണ്ടുപോകുമ്പോൾ തന്നെ അവന്റെ പേര് പറയുന്നുണ്ട്, എന്റെ പേര് റോയ് എന്നാണ്, ഈ പർദീസയിലേക്ക് നിനക്ക് സ്വാഗതം എന്നും പറഞ്ഞിട്ട് അവളെ ഒരു ലിഫ്റ്റിലേക്ക് കയറ്റി നേരെ മുകളിലേക്കോ താഴേക്കോ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ആ നേഴ്സ് പറയുന്നുണ്ട്, ഒന്നുകിൽ നിനക്ക് എന്റെ നല്ലൊരു സുഹൃത്താവാം, ഇല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു മൂർച്ചയുള്ള ആയുധം, ഇതിലേതാണ് ഞാൻ ആവേണ്ടത് എന്ന് ഇവിടെയുള്ള റൂളുകൾ നീ പാലിക്കുന്നത് പോലെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് അവളെ അവിടെ നിന്നും സാധാരണ ഒരു നോർമൽ വാർഡുണ്ട്, അവിടെയാണെങ്കിലോ ആണുങ്ങള് പെണ്ണുങ്ങള് ഇങ്ങനെയുള്ള ഒരുപാട് പേഷ്യൻസ് ഉണ്ട്, അവരുടെ ഇടയിലൂടെ ഒരു പ്രത്യേക വാർഡ്, ഇവിടെയാണ് ഈ അസുഖം കൂടുതലായിട്ടുള്ളവരെ കൊണ്ടിടുന്നത്. അങ്ങനെ അതിനകത്തേക്ക് ക്രിസ്ത്യനെ കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു ലേഡി നേഴ്സ് മാത്രമുണ്ട്. അവരാണ് ഇവരെ എല്ലാവരെയും നോക്കുന്നത്, ഒരു സെക്യൂരിറ്റി പോലെ. ഓ, ക്രിസ്ത്യൻ ആണല്ലേ, ശരി ബാ എന്ന് പറഞ്ഞ് ആ ഒരു മെയിൽ നേഴ്സിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ട് ഇപ്പൊ ക്രിസ്ത്യനെ നേരെ അകത്തേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഒരു വലിയ ഹോളുണ്ട്, അവിടെ ഒരു 4 പെൺകുട്ടികൾ ഇരിപ്പുണ്ട്. അപ്പോഴാണ് ഈ നേഴ്സ് പറയുന്നത്, ഈ ഒരു മെയിൻ ഹാൾ നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷെ 8 മണി മുതൽ 10 മണി വരെ എന്ന് പറഞ്ഞിട്ട് ഓരോ റൂമിന് മുന്നിലൂടെ കൊണ്ടുപോകുമ്പോൾ ആ റൂമിൽ താമസിക്കുന്ന പെൺകുട്ടികളുടെ പേരുണ്ടല്ലോ അത് അവിടുത്തെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന് ഇനിയുള്ളത് ഒരു 4-5 കഥാപാത്രങ്ങൾ മാത്രമാണ്.
അതാരൊക്കെയാണെന്ന് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അവരുടെ പേര് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞുതരാം. അങ്ങനെ അവസാനം ഒരു റൂമിന് വെളിയിലേക്ക് വരുമ്പോൾ അവിടെ ടാമി എന്ന് പറഞ്ഞൊരു പെണ്ണിന്റെ പേരാണ് എഴുതിയിട്ടുള്ളത്. ഇപ്പൊ ആ നേഴ്സ് ആ പേര് മായ്ച്ചു കളഞ്ഞ് അവിടെ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞിട്ട് ഹീറോയിന്റെ പേര് എഴുതി അവളെ ആ മുറിക്കകത്തേക്ക് പറഞ്ഞു വിടുന്നു. അപ്പോൾ ക്രിസ്ത്യൻ വരുന്നതിന് മുന്നേ ഇവിടെ ടാമി എന്ന് പറഞ്ഞൊരു പെണ്ണാണ് താമസിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ അവളെ മുറിക്കകത്തേക്ക് കൊണ്ട് കിടത്തി അവരവിടെ നിന്ന് പോകുന്നതും ക്രിസ്ത്യൻ ഇപ്പോ പഴയ ചില കാര്യങ്ങൾ അവളുടെ ഓർമ്മയിൽ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. എന്തോ ഒരു സ്ഥലത്ത് തീ പിടിക്കുന്നതായിട്ടും അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം കണ്ട് അവൾ രാത്രിയിൽ നല്ല ഉറക്കം. ആ സമയത്താണ് അവളുടെ റൂമിനകത്തേക്ക് എന്തോ കയറി വരുന്നത് പോലെയും അതേപോലെ തന്നെ അവൾ മൂടിയിരിക്കുന്ന ആ ഒരു ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ അത് പതിയെ വലിച്ച് താഴേക്കിടുന്നു. അങ്ങനെ ഈ ബെഡ്ഷീറ്റ് കട്ടിലിനടിയിലേക്ക് പോകുന്നതും കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് ക്രിസ്റ്റി ആ കാര്യം മനസ്സിലാക്കുന്നത്. അവളുടെ ദേഹത്ത് ബെഡ്ഷീറ്റ് ഇല്ലാന്ന്. അങ്ങനെ അവൾ പതിയെ എഴുന്നേറ്റ് അവൾ അവിടെയെല്ലാം നോക്കുകയാണ് ഈ ബെഡ്ഷീറ്റ് അവിടെ പോയി എന്നുള്ള രീതിയിൽ അവൾ താഴേക്കെല്ലാം നോക്കി ഈ കട്ടിലിനടിയിലേക്ക് നോക്കുമ്പോൾ ബെഡ്ഷീറ്റ് അവിടെ കിടക്കുന്നു. അങ്ങനെ അത് വലിച്ച് പുറത്തേക്ക് എടുക്കുമ്പോഴത്തേക്കാണ് അതിൽ നിന്നും എന്തോ മുത്തുകളുണ്ടല്ലോ അത് താഴേക്ക് വീഴുന്നുണ്ട്. കൂടാതെ അതിൽ ചില മുത്തുകളിലെ ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അത് വെച്ച് എന്തോ പേരോ എന്തോ ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. അതെന്താണെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ അന്നത്തെ രാത്രി കഴിഞ്ഞിപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും ക്രിസ്റ്റി താഴെ തന്നെയാണ് കിടന്നുറങ്ങുന്നത്. പെട്ടെന്ന് റൂമിനകത്തേക്ക് ഒരു ഡോക്ടർ കയറി വരുന്നുണ്ട്. എന്നിട്ട് ക്രിസ്റ്റിയോട് അയാളുടെ പേര് പറഞ്ഞ് ക്രിസ്റ്റി ഞാനാണ് നിങ്ങളുടെ ഡോക്ടർ എന്ന് പറയുന്നതും ഇപ്പോൾ നേഴ്സും അകത്തേക്ക് വന്നിട്ട് ക്രിസ്റ്റി എങ്ങനെയുണ്ടായിരുന്നു ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും അല്ല ഇവിടെ ആരെ താഴെ വെച്ച് കിടത്തിയേ, രോഗികളെല്ലാം സാധാരണ കട്ടിലാണ് കിടക്കുന്നത് എന്ന് പറയുമ്പോൾ അവൾക്ക് മനസ്സിലാവുന്നില്ല അവൾ എങ്ങനെയാണ് താഴെ വന്നതെന്ന്. അപ്പോഴാണ് ആ നേഴ്സ് കുറച്ച് മരുന്നെടുത്തിട്ട് ദേ ഇത് കഴിക്കാൻ പറയുമ്പോൾ അവൾ കഴിക്കില്ല എന്ന് പറയും. അപ്പോൾ ആ നേഴ്സ് പറയും ഇത് നിന്നോട് അഭ്യർത്ഥിക്കുകയല്ല. അപ്പോൾ ക്രിസ്റ്റി ആ മരുന്ന് വാങ്ങിയിട്ട് ഡോക്ടറിനോട് ചോദിക്കും ഇതെന്താന്ന് ചോദിക്കുമ്പോൾ ഇത് ചില അസുഖങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നതും അവൾ അത് താഴേക്കിട്ട് ചവിട്ടി അങ്ങ് പൊട്ടിക്കുകയാണ്. എന്നിട്ട് ക്രിസ്റ്റി പറയും എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ഓക്കെ ആണെന്ന് പറയുമ്പോൾ ആ നേഴ്സ് പറയും മോളെ ഇവിടെയുള്ള റൂൾസ് എല്ലാം നീ പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് നിനക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയും കുഴപ്പമില്ല നേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്രിസ്റ്റി ഇപ്പോൾ ആ ഒരു മെയിൻ ഹോൾ ഉണ്ടല്ലോ അവിടേക്ക് നടന്നു വരുമ്പോൾ അവിടെ ഇതിന് മുന്നേ കുറച്ച് പെൺകുട്ടികളെ കണ്ടിരുന്നു. അവരെല്ലാവരും ക്രിസ്റ്റിയെ കണ്ട് വല്ലാതെ നോക്കുന്നുണ്ട്. ചിലരാണെങ്കിൽ ക്രിസ്റ്റിയെ നോക്കി ചിരിക്കുന്നുണ്ട്. അതിലൊരു പെണ്ണാണെങ്കിൽ ഈ പസിൽ സോൾവ് ചെയ്യുന്നു. ഒരു പെണ്ണാണെങ്കിൽ ഒരു പാവയുണ്ടല്ലോ അതൊരു മുയലിന്റെ പാവ എടുത്ത് ഇങ്ങനെ വെച്ചേക്കാണ് കയ്യില് ഒരു കുട്ടിയെ പോലെ. മറ്റൊരു പെണ്ണാണെങ്കിൽ ഒരു ബുക്കിൽ അവിടെയുള്ള എല്ലാവരുടെയും ചിത്രം ഇങ്ങനെ വരയ്ക്കാണ്. അവൾ നല്ലതുപോലെ ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ പേരെല്ലാം ഞാൻ പ്രത്യേകം പറഞ്ഞുതരാം. ആ പസിലെ സോൾവ് ചെയ്യുന്ന ആ പെണ്ണിന്റെ പേര് സാറ. അതേപോലെ തന്നെ ആ ഒരു വെള്ളമുടിക്കാരി ഉണ്ടല്ലോ അവളുടെ പേര് എമിലി. പിന്നെ ആ പാവയെ കയ്യിൽ വെച്ചേക്കുന്ന ആ പെണ്ണിന്റെ പേര് സോയി. ഈ ഡ്രോയിങ് എല്ലാം വരയ്ക്കുന്ന പെണ്ണിന്റെ പേര് ഐറിസ്. ഇങ്ങനെ ഇവർ 4 പേരാണ്. അങ്ങനെ ക്രിസ്റ്റിയെ കണ്ട ഇവരെല്ലാവരും അവളെ കുറച്ചു നേരം നോക്കുന്നത് ക്രിസ്റ്റി അവിടെ ഇരിക്കുകയാണ്. അപ്പോഴേക്കാണ് അതിലെ വെള്ളമുടിക്കാരി എമിലി ഉണ്ടല്ലോ അവള് ക്രിസ്റ്റിയുടെ അടുത്തേക്ക് നടന്നു വന്നിട്ട് നീ ആരാ, എങ്ങനെ ഇവിടെ വന്നേ, എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞിട്ട് ക്രിസ്റ്റി അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോഴത്തേക്കും എമിലി അവളോട് ചോദിക്കുന്നുണ്ട് നീ ഞങ്ങളെ രക്ഷിക്കുമെന്ന് ചോദിക്കുമ്പോൾ ക്രിസ്റ്റി ചോദിക്കുക എന്തിൽ നിന്ന് എന്ന് ചോദിക്കുന്നതും അതിൽ ഐറസ് എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുണ്ടല്ലോ അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് എമിലി ഇത് നിർത്ത്, അവളൊരു പുതിയ പെൺകുട്ടിയാണ്, ആദ്യ ദിവസം തന്നെ അവളെ ഇങ്ങനെ പേടിപ്പിക്കാതെ എന്ന് പറഞ്ഞിട്ട് ഐറസ് ഇപ്പോൾ ക്രിസ്റ്റിയോട് ചെന്ന് പരിചയപ്പെടുകയാണ്. ഹേയ് എന്റെ പേര് ഐറസ് എന്നാണ്, നിന്റെ പേര് ഞാൻ ബോർഡിൽ കണ്ടിരുന്നു, ക്രിസ്റ്റി എന്നല്ലേ. അങ്ങനെ എല്ലാവരും സംസാരിക്കുമ്പോൾ അവിടെയുള്ള ആ ഒരു നേഴ്സ് ഉണ്ടല്ലോ അയാൾ വന്നിട്ട് ക്രിസ്റ്റിയെ അവിടെ നിന്ന് ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഡോക്ടറിന്റെ അടുത്തേക്ക് വന്നിട്ട് ഡോക്ടർ ഇപ്പോൾ ക്രിസ്റ്റിയോട് ചോദിക്കുന്നുണ്ട് ഇന്നലെ നടന്നത് എന്താണെന്ന് നിനക്കറിയോ? ഓക്കെ ഞാൻ ഓരോന്നായിട്ട് ചോദിക്കാം, നിനക്ക് ആദ്യം ഓർമ്മയുള്ളത് എന്താണ്? അപ്പോൾ ക്രിസ്റ്റി പറയും തീയെപ്പറ്റി മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളത്. ശരി നീ എന്തിനാ ആ വീട്ടിലേക്ക് പോയത്, ആ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ എന്താ സംഭവിച്ചെന്ന് ഓർമ്മയുണ്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കണ്ടൊരു സീനുണ്ടല്ലോ അവൾ ഓടി വന്ന ആ ഒരു വീട്ടിൽ തീയിടുന്നത്, അതിന് മുന്നേ നടന്ന ഒരു കാര്യവും ക്രിസ്റ്റിക്ക് ഓർമ്മയില്ല. അതുമല്ല ക്രിസ്റ്റി അവിടെ നിന്ന് കൊണ്ടുവരുമ്പോഴത്തേക്കും അവളുടെ കയ്യിൽ എന്തോ ഒരു അഡ്രസ്സ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെന്തോ പ്രാധാന്യം ഉണ്ടെന്നാണ് ആ ഡോക്ടർ ഇപ്പോൾ വിശ്വസിക്കുന്നത്. അതുമല്ല നീ എന്തുകൊണ്ടാണ് ആ വീട്ടിൽ പോയത്, ആ വീട്ടുകാരായിട്ട് നിനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതൊരു ഫാം ഹൗസ് ആണ് ക്രിസ്റ്റി കത്തിച്ചത്, അതുകൊണ്ട് നമുക്ക് അവരുമായിട്ട് ബന്ധപ്പെടാമെന്നെല്ലാം പറയുമ്പോഴത്തേക്കും ക്രിസ്റ്റി അതിന് മാത്രം സമ്മതിക്കുന്നില്ല. അതുമല്ല അതിന് മുന്നേ നടന്ന ഒരു കാര്യം അവൾക്ക് ഓർമ്മയും വരുന്നില്ല. അപ്പോൾ ക്രിസ്റ്റി പറയും എന്നെ എന്തായാലും ഇവിടെ നിന്ന് പുറത്താക്കണം, എനിക്ക് ഭ്രാന്തില്ല എന്ന് പറയുമ്പോൾ അയാൾ പറയും അങ്ങനെ ഒരിക്കലും പറയേണ്ട ആവശ്യമില്ല, ഇതെല്ലാം നമുക്ക് മാറ്റിയെടുക്കണമെന്ന് പറയുമ്പോൾ ക്രിസ്റ്റി പറയും പിന്നെ നിന്റെ സുഹൃത്തിനെ എന്തിനാ അവിടെ പുറകിൽ വെച്ചേക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവർ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം അവിടെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഡോക്ടർ അങ്ങോട്ട് നോക്കുന്ന സമയത്ത് തന്നെ അവളൊരു കത്തി ആ മേശപ്പുറത്ത് നിന്ന് അയാൾ കാണാതെ എടുത്തു വയ്ക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രാത്രിയാവുന്നതും ആ നേഴ്സ് വന്ന് അവൾക്ക് മരുന്ന് കൊടുക്കാണ്. അപ്പോൾ ക്രിസ്റ്റി അതെടുത്ത് വായിൽ വെച്ച് വെള്ളം എടുത്ത് കുടിച്ചിട്ട് ഇപ്പൊ ആ നേഴ്സ് ഓക്കെ നല്ല കുട്ടി ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് അയാൾ റൂം അടച്ച് പോകുന്നതും ക്രിസ്റ്റി ഇപ്പോൾ വായിൽ നിന്ന് ആ ഒരു മരുന്നെല്ലാം പുറത്തേക്ക് എടുത്തിട്ട് അവളത് വിഴുങ്ങിയിറക്കില്ല, അതെടുത്ത് തലേനയുടെ ഉള്ളിലേക്ക് ഒളിപ്പിച്ചു വയ്ക്കും. അതുമല്ല അവൾ കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു വെച്ച ഒരു കത്തിയുണ്ട്, ആ കത്തിയും എടുത്ത് റൂമിന് വെളിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ ചെവി വെച്ച് കേൾക്കുന്നുണ്ട്. പക്ഷെ ആരെയും ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ആ കത്തി ഉപയോഗിച്ച് ആ റൂമിന്റെ ലോക്ക് പതിയെ തുറന്നിട്ട് ഡോറും തുറന്ന് മെയിൻ ഹാളിലേക്ക് ഓടി വരും. അപ്പോൾ ഈ ഒരു വാർഡുണ്ടല്ലോ ഇത് തുറന്നു കഴിഞ്ഞാൽ എന്തായാലും പുറത്തേക്ക് പോകാന്ന് പറഞ്ഞ്
അവൾ ഓടി വന്ന് മെയിൻ ഡോർ തുറക്കാനായിട്ട് വരുമ്പോൾ അതിന് മുന്നേ തന്നെ ആ നേഴ്സ് ഉണ്ടല്ലോ അയാൾ വന്ന് ക്രിസ്റ്റിയെ പിടിച്ചിട്ട് ഓ ഇതായിരുന്നല്ലേ പ്ലാൻ എന്ന് പറഞ്ഞ് അവളെ പൊക്കിയെടുത്ത് വീണ്ടും റൂമിനകത്തേക്ക് കൊണ്ടുവന്ന് അടച്ചിട്ടിട്ട് അങ്ങ് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വേറെ ഏതോ ഒരു പെണ്ണിനെ ചങ്ങലയിൽ ഏതോ ഒരു റൂമിനകത്ത് കെട്ടിയിട്ടേക്കുന്നത് പോലെ ഒരു കാര്യം കാണിച്ചിരുന്നുണ്ട്. പക്ഷെ ഈ പെണ്ണ് ആരാണെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അതുമല്ല അന്ന് രാത്രിയാകുമ്പോഴത്തേക്കും നമ്മുടെ ക്രിസ്റ്റിയുടെ ആ ഒരു റൂമിന്റെ വെളിയിലൂടെ ആരോ ഒരാൾ നടന്നു പോകുന്നത് പോലെ. പക്ഷെ അവൾ ആ ഹോൾ വഴി വെളിയിലേക്ക് നോക്കുമ്പോൾ അവിടെ ആരെയും അങ്ങനെ കാണുന്നില്ല. എന്തുകൊണ്ടാണ് ഈ ശബ്ദം കേൾക്കുന്നതെന്നും അവൾക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം ആ നേഴ്സ് ഇപ്പോൾ നമ്മുടെ ക്രിസ്റ്റിക്ക് ഇടാൻ വേണ്ടിയിട്ട് പുതിയ ഡ്രസ്സെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് അവളുടെ റൂമിലേക്ക് വെച്ചിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നതും ക്രിസ്റ്റി ആ വസ്ത്രങ്ങളെല്ലാം മാറി നേരെ ഇവരുടെ അടുത്തേക്ക് വരികയാണ്. രാവിലെ തന്നെ അവരുടെ അടുത്തേക്ക് വന്നിട്ട് അവരോട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പെണ്ണിന്റെ കഥ എന്താണെന്നാണ്. അപ്പോഴാണ് എമിലി പറയുന്നത് ഓ അവൾക്ക് വെറുതെ ഭ്രാന്താണ്, എന്നെ പോലെ നിന്നെ പോലെ ഇതേ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും പോലെ എന്നും പറഞ്ഞിട്ട് അവൾ എന്തോ ഒരു പാട്ടിങ്ങനെ പാടും. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അടുത്തിരിക്കുന്ന സാറയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് ഒന്ന് നിർത്താവോ എന്റെ ചെവി വേദനിക്കുന്നു എന്ന് പറയുമ്പോൾ അവളുടെ ചെവിയിൽ കേൾക്കുന്നത് പോലെ അങ്ങനെ ഉറക്കെ പാടുന്നതും സാർ അവളുടെ വായങ്ങ മൂടുമ്പോൾ അവൾ കയ്യിൽ വെച്ചൊരു ഒറ്റ കടി. അപ്പോൾ എന്തായാലും എമിലിക്ക് ഭ്രാന്താണെന്നുള്ള കാര്യം നല്ലതുപോലെ തന്നെ മനസ്സിലായി. ഇതിൽ ഇത്തിരിയെങ്കിലും കുറച്ച് നോർമലായിട്ട് സംസാരിക്കുന്നത് സാറ, ഐറിസ്, പിന്നെ നമ്മുടെ ക്രിസ്റ്റി, പിന്നെ സോയി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് എങ്ങനെയാണെന്ന് ഇപ്പോൾ നമുക്ക് അറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെ എല്ലാവരെയും ആ ഹോസ്പിറ്റലിൽ നിന്നും വെളിയിലേക്ക് ഇറക്കുന്നുണ്ട് കുറച്ചു നേരം വെളിയിലേക്ക് നിർത്താൻ വേണ്ടി. അപ്പോൾ സാറ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് ഒരു നേഴ്സിനോട് ചെന്നിട്ട് അവനോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. വെളിയിൽ പോയിട്ട് ഇവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. സിനിമയ്ക്ക് പോവാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോഴാണ് ഐറിസ് നേരെ ക്രിസ്റ്റിയുടെ അടുത്തേക്ക് വന്നിട്ട് ക്രിസ്റ്റി എനിക്ക് നിന്നെ വരയ്ക്കണം, എന്തായാലും രസമായിരിക്കും എന്നും പറഞ്ഞ് എന്നിട്ട് ക്രിസ്റ്റിയെ ഒരിടത്തേക്ക് ഇരുത്തി അവളുടെ ചിത്രം ഇങ്ങനെ വരയ്ക്കാണ്. അപ്പോഴേക്കാണ് മുകളിലത്തെ റൂമിൽ നിന്നും രണ്ടുപേര് താഴെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇതാരാണെന്ന് ക്രിസ്റ്റി ചോദിക്കുമ്പോൾ എമിലി വന്നിട്ട് പറയും ഓ അവര് നമ്മളെപ്പോലെ പാവപ്പെട്ട ആളുകളാണ് എന്ന് പറയുമ്പോഴാണ് ഐറിസ് പറയുന്നത് അവർ നല്ല ഡോക്ടർമാരാണ്, അതുമല്ല പുതിയ തരത്തിലുള്ള ഒരു എക്സ്പെരിമെന്റൽ തെറാപ്പി നമ്മളിലേക്ക് ചെയ്യാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോഴേക്കും ക്രിസ്റ്റി പറയും ശരി ഇവിടെയുള്ള നേഴ്സുമാരെ ആരെങ്കിലും കയ്യിലെടുത്തു കഴിഞ്ഞാൽ രാത്രിയിൽ നമുക്ക് റൂമിന് വെളിയിൽ ഇറങ്ങാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഐറിസ് പറയും ഒരിക്കലും അത് കഴിയത്തില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഇന്നലെ രാത്രി ഒരു പെണ്ണ് എന്റെ റൂമിന് വെളിയിലൂടെ നടന്നു പോകുന്നത് ഞാൻ കണ്ടല്ലോ എന്ന് ക്രിസ്റ്റി പറയുമ്പോഴത്തേക്കും അതിനൊരു വഴി ഉണ്ടാവത്തില്ല എന്നുള്ള കാര്യം ഐറിസ് പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് രാത്രിയാവുന്നതും വെളിയിൽ നല്ല മഴയുണ്ട്. അപ്പോഴാണ് ബാക്കിയുള്ള 3 പേര് മ്യൂസിക് എല്ലാം പ്ലേ ചെയ്തിട്ട് അതിനകത്ത് കിടന്ന് ഡാൻസ് കളിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ക്രിസ്റ്റി അവിടെ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ 2 തവണ മിന്നലടിക്കും. 3ാമത്തെ തവണ മിന്നലടിക്കുമ്പോൾ കറണ്ട് അങ്ങ് പോയി. അങ്ങനെ എല്ലാവരും ഇരുട്ടിൽ നിൽക്കുമ്പോൾ ഏതോ ഒരു പെണ്ണിന്റെ പ്രേതം ഈ റൂമിനകത്ത് കിടന്ന് കറങ്ങുന്നുണ്ട്. ഓരോരുത്തരുടെ പുറകിലായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. പക്ഷെ അവരാരും പെട്ടെന്ന് അതിനെ കാണുന്നില്ല. അപ്പോഴാണ് ഇതിൽ സോയി എന്ന് പറഞ്ഞ ആ പെണ്ണ് പേടിച്ചിട്ട് നമ്മുടെ ക്രിസ്റ്റിയുടെ അടുത്തേക്ക് വന്ന് അവളെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും കറണ്ട് വരുന്നുണ്ട്. അപ്പോഴാണ് അവിടെയുള്ള ആ ഒരു നേഴ്സ് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി പോകുമ്പോൾ ക്രിസ്റ്റി എന്താ ചെയ്യുന്നത് വെച്ചാൽ അവരുടെ ആ ഒരു റൂമിനടുത്തേക്ക് ചെന്നിട്ട് നമ്മുടെ ക്രിസ്റ്റി എന്തൊക്കെയോ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോഴേക്കാണ് എമിലി അവിടേക്ക് ഓടി വന്നിട്ട് ഞാൻ നിന്നെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് അവളും ഈ റൂമിനകത്ത് കയറി ആ നേഴ്സിന്റെ പേഴ്സിൽ നിന്ന് വേറെ എന്തോ ഒരു കാര്യം എടുത്ത് ഒളിപ്പിച്ചങ്ങ് വയ്ക്കും. എന്നിട്ട് ക്രിസ്റ്റി ഇപ്പോൾ അവിടെയെല്ലാം നോക്കി അവളോട് ചോദിക്കുന്നുണ്ട് ഈ മരുന്നെല്ലാം നമുക്ക് എന്തിനാ തരുന്നതെന്ന് ചോദിക്കുമ്പോൾ അതറിയത്തില്ല, പക്ഷെ ഇതിലൊരു മരുന്ന് മാത്രമുണ്ട്, അത് നല്ല ടേസ്റ്റ് ആണെന്നല്ല അവൾ പറയും. അപ്പോഴാണ് സാറ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുവിടേക്ക് വന്നിട്ട് നിങ്ങൾ നോക്കിയിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചോ എന്ന് പറഞ്ഞ് ഇവൾക്ക് എന്തോ ഇതിലോട് വലിയ താല്പര്യമില്ല. പക്ഷേ ബാക്കിയുള്ളവർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇവരെല്ലാവരും ഈ ബാത്റൂമിൽ നിന്ന് കുളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ബാക്കി എല്ലാവരും കുളിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ക്രിസ്റ്റി മാത്രമേ ഇപ്പോൾ അവിടെ ഉള്ളൂ. അങ്ങനെ അവൾ നോക്കി നിന്നിട്ട് പെട്ടെന്ന് തിരിയുമ്പോഴത്തേക്കും ഒരു പ്രേതം വന്ന് നേരത്തെ കാണിച്ചിട്ടൊരു പ്രേതത്തെ അത് വന്ന് അവളുടെ കഴുത്തിലേക്ക് അങ്ങനെ പിടിക്കുന്നത് ക്രിസ്റ്റി അലറി വിളിക്കുന്നുണ്ട്. പെട്ടെന്നാണ് ഈ ശബ്ദം കിട്ടിയ നേഴ്സ് ഉണ്ടല്ലോ അവരവിടേക്ക് ഓടി വന്നിട്ട് ക്രിസ്റ്റിയെ പിടിച്ച് എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് ഇല്ല ഇവിടെ ആരും ഉണ്ടായിരുന്നു എന്നെല്ലാം പറയുന്നതും അതെന്തോ ക്രിസ്റ്റിക്ക് തോന്നിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ നേഴ്സിനോട് പറയുമ്പോൾ നേഴ്സ് വിചാരിക്കും ഭ്രാന്തായിട്ടാണല്ലോ എല്ലാവരും ഇവിടേക്ക് കൊണ്ടുവരുന്നത്, അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള മരുന്ന് കൊടുക്കാമെന്ന് പറഞ്ഞ് ആ ഒരു സിറിഞ്ചിൽ മരുന്ന് കയറ്റുമ്പോഴും ക്രിസ്റ്റി പറയുന്നുണ്ട് അതൊന്നുമല്ല അവിടെ എന്തോ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതും ഇവരത് കേൾക്കാതെ അവളെ കുത്തിവെക്കും. അങ്ങനെ കുത്തിവെച്ചതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ക്രിസ്റ്റിയെ ഒരു ബെഡിലേക്ക് എടുത്തിട്ട് നേരെ മറ്റൊരു റൂമിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. അങ്ങനെ കൊണ്ടുവന്നിട്ട് അവളെ ആ ഒരു റൂമിനകത്തേക്ക് കയറ്റുമ്പോൾ വേറെ ഒന്നുമല്ല അവൾക്ക് ഷോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോഴും ക്രിസ്റ്റി പറയുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ഞാൻ ഒരു കാര്യം കണ്ടു എന്ന് പറയുന്നുണ്ടെങ്കിലും അവരാരും അത് വിശ്വസിക്കാതെ ഇപ്പോൾ ക്രിസ്റ്റിയെ ആ ഷോക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ക്രിസ്റ്റിക്ക് ഷോക്ക് കൊടുത്ത് അത് കഴിഞ്ഞ് അവളെ നേരെ റൂമിലേക്ക് കൊണ്ടു കിടത്തും. അങ്ങനെ അന്നത്തെ രാത്രി കഴിഞ്ഞ അടുത്ത ദിവസം എമിലി ഉണ്ടല്ലോ അവളാണ് റൂമിലേക്ക് വന്നിട്ട് നമ്മുടെ ക്രിസ്റ്റിയെ എടുത്ത് നേരെ ഹാളിലേക്ക് കൊണ്ടുപോയി അവൾക്ക് ഫുഡെല്ലാം വാങ്ങി കൊടുക്കുന്നുണ്ട്. കാരണം ഈ ഷോക്ക് കൊടുത്തതിന് ശേഷം അവൾ ആകെ ക്ഷീണിച്ചു പോയി. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും 1-2 ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോവാണ്. ഇവർക്ക് അവിടെ വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോഴാണ് ഈ ഡോക്ടർ എല്ലാവരെയും ആ ഒരു ഹാളിലേക്ക് വിളിച്ചിരുത്തിയിട്ട് ശരി ഇപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്നത് പോലെ തന്നെയാണ് എല്ലാവർക്കും തുറന്ന് സംസാരിക്കാം, ഇതുമല്ല ഇപ്പോൾ ഒരു പുതിയ ആളും കൂടി വന്നിട്ടുണ്ട്, ഓക്കെ ആരാ സംസാരിക്കാൻ പോകുന്നേ? പക്ഷെ ആരും ഒന്നും മിണ്ടുന്നില്ല.
അപ്പോൾ ആ ഡോക്ടർ എമിലിയോട് ചോദിക്കും, എമിലി നിനക്കെന്തെങ്കിലും ചോദിക്കാണ്ടെന്ന് ചോദിക്കുമ്പോൾ എമിലി ചോദിക്കും, കഴിഞ്ഞ രാത്രി ക്രിസ്റ്റിയോട് നിങ്ങൾ എന്താ ചെയ്തേ? അതൊരു തെറാപ്പിയുടെ ഭാഗമായിട്ടുള്ളൊരു ഷോക്ക് കൊടുക്കലായിരുന്നു. നിങ്ങൾ മരുന്ന് കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാകത്തില്ല എന്ന് പറയുമ്പോൾ എമിലി പറയും, അതെ കഴിഞ്ഞ തവണ ഞാൻ മരുന്ന് എടുത്തില്ല, അപ്പോഴേക്കും ടിമ്മി ഇവിടെ വന്നിരുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ക്രിസ്റ്റി ചോദിക്കുന്നത്, ആരാണ് ടിമ്മി? അപ്പോൾ ഐറിസ് പറയും, അവളാണ് ഇവിടെ നിന്ന് ആദ്യമായിട്ട് പുറത്തിറങ്ങിയത് എന്ന് പറയുമ്പോൾ ഈ ഡോക്ടർ പെട്ടെന്ന്, ഐറിസ് ഇവിടെ ഇല്ലാത്ത ആളുകളെ പറ്റി നമ്മളൊന്നും സംസാരിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവളെ തടയുമ്പോഴത്തേക്കും ക്രിസ്റ്റി ചോദിക്കുന്നുണ്ട്, അല്ല ആരാ ടിമ്മി, അവളെ പറ്റി എന്താ നിങ്ങൾ പറയാത്തതെന്ന് ചോദിക്കുമ്പോൾ ഈ ഡോക്ടർ പെട്ടെന്ന് സോയിയോട് ചോദിക്കും, സോയി നിനക്കെന്താ പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ട് ആ വിഷയം മാറ്റുകയാണ്. അപ്പോഴേക്കും സോയി ആണെങ്കിലോ അവളുടെ നാവിനകത്ത് എന്തോ മരുന്ന് വെച്ചിട്ട് അതെടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഈ ഡോക്ടർ ചോദിക്കും, ശരി ഇന്നലെ ഷവറിൽ വെച്ച് എന്താ സംഭവിച്ചത്, അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാന്ന് പറയുമ്പോൾ സാറേ ഉണ്ടല്ലോ അവള് പറയും, ക്രിസ്റ്റി ഇന്നലെ കണ്ടതുപോലെ ഞാനിന്ന് അവിടെ കണ്ടില്ല എന്ന് പറയുന്നതും എമിലി ക്രിസ്റ്റിയുടെ വശത്ത് നിന്നിട്ട് ഞാൻ അവളെ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്രിസ്റ്റി അവിടെ നിൽക്കുമ്പോൾ എമിലി മാത്രമാണ് അവളെ സപ്പോർട്ട് ചെയ്തതെന്ന് തോന്നുന്നു. കാരണം അവൾ പറയുന്ന കാര്യങ്ങളിൽ എമിലി വിശ്വസിക്കുന്നുണ്ട്. സാറാണെങ്കിലോ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോഴേക്കാണ് ഐറിസ് എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുണ്ടല്ലോ ചിത്രം വരയ്ക്കുന്ന, അവൾ ഇവിടുന്ന് ഓടി വന്നിട്ട്, ഹേയ് എന്റെ ലാസ്റ്റ് സെക്ഷൻ ഇനി കഴിയാൻ പോവാണ്, ഞാൻ ഇവിടെ നിന്ന് റിലീസ് ആവാൻ പോവാണെന്ന് പറയുന്നതും ഇവർ ചോദിക്കുക, എന്ത്? അതെ ഞാൻ നിങ്ങളെ കാട്ടി മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്, അതുപോലെ എനിക്കിപ്പോൾ നല്ല ഭേദമായിട്ടുണ്ടെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അപ്പോൾ ക്രിസ്റ്റി പറയും, അതെങ്ങനെ ശരിയാവും, എനിക്കൊരു കുഴപ്പമില്ലാഞ്ഞിട്ടും എന്നെ ഇവിടെ നിന്ന് പുറത്തു വിടുന്നില്ല, പിന്നെ എങ്ങനെ? അപ്പോൾ ഐറിസ് പറയും, അതെ എനിക്കെന്തായാലും ഗുണമായി, ഞാൻ പോകാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവൾ ആ നേഴ്സിനോടൊപ്പം നടന്നിങ്ങനെ പോവാണ്. അതുപോലെ ഇവിടെ നിന്ന് പോകുന്നതിൻ്റെ ആ ഒരു സന്തോഷം അവൾക്കുണ്ട്, ചാടിച്ചാടിയാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്രിസ്റ്റിക്ക് അതത്ര വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. ഇപ്പം അത് കഴിഞ്ഞ് ഡോക്ടറിനോട് ഐറിസ് ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ ഡോക്ടർ ചോദിക്കുക, എങ്ങനെയുണ്ട്? ഏയ് ഒരു കുഴപ്പമില്ല, ഞാനിപ്പോൾ പോകാനായിട്ട് തയ്യാറാണെന്ന് പറയുമ്പോൾ ഡോക്ടർ പറയും, ശരി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞ് അവൾ വരച്ച ഒരു ബുക്ക്, ഡ്രോയിങ് ബുക്ക് ഉണ്ടല്ലോ, അത് ഈ ഡോക്ടറിന്റെ കയ്യിലിരിക്കുന്നു. എന്നിട്ട് അവൾ വരച്ച എല്ലാവരുടെയും ചിത്രം ഓരോന്നായിട്ട് എടുത്ത് തന്നെ കാണിക്കുകയാണ്. ഈ ഡോക്ടറിന്റെ അതേപോലെ തന്നെ നേഴ്സിന്റെ, ഈ ഹോസ്പിറ്റലിലുള്ള മിക്ക ആളുകളുടെയും ചിത്രവും അവൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ പറയും, ഇതെല്ലാം ഞാൻ വെറുതെ സമയം പോകാൻ വേണ്ടി ചെയ്താണെന്ന് പറയുമ്പോൾ അതിലൊരു ചിത്രം മാത്രം ഈ വാർഡിലെ ഏതൊരു കറുത്ത രൂപം നിൽക്കുന്നത് പോലെ ഒരു ചിത്രം അവൾ വരച്ചിട്ടുണ്ട്. അതെടുത്ത് കാണിക്കുമ്പോൾ, ഓ അത് ഞാൻ ഇവിടെ വന്ന സമയത്ത് ഞാൻ വരച്ചതാണ്, ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ല, ഇപ്പോൾ ഞാൻ അതുപോലെയല്ല, ഞാൻ ഓക്കെ ആണെന്ന് പറയുമ്പോൾ ഈ ഡോക്ടർ പറയും, ശരി നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം എന്ന് പറയുമ്പോൾ ഐറിസ് ചോദിക്കുന്നുണ്ട്, അല്ല എനിക്കിപ്പോൾ പോകാമോ എന്ന് ചോദിക്കുന്നതും ഈ ഡോക്ടർ നേരെ ജനാലയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവിടുത്തെ കർട്ടൻ അങ്ങ് മൂടുകയാണ്. എന്നിട്ട് പറയും, ഓക്കെ നമുക്ക് സ്പെഷ്യലായിട്ട് വേറെ എന്തെങ്കിലും കൂടി ഒന്ന് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് മെട്രോണം എന്ന് പറഞ്ഞൊരു ഡിവൈസ് ഉണ്ട്, അതിങ്ങനെ ഓപ്പൺ ആക്കി വിടും. അത് രണ്ട് വശങ്ങളിലേക്ക് നല്ലതുപോലെ ഇങ്ങനെ ആടും. എന്നിട്ട് അവളോട് പറയും, ഓക്കെ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ ശബ്ദം നല്ലതുപോലെ ഫീൽ ചെയ്യും, എന്നിട്ട് കണ്ണുകൾ അടയ്ക്കാൻ പറയുമ്പോൾ ഐറിസ് അതേപോലെ തന്നെ ചെയ്തിട്ട് അവൾ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഒരു പ്രോബ്ലം തോന്നുന്നില്ല, എനിക്ക് നല്ല ഫീലാണ് ഇപ്പോൾ തോന്നുന്നത്. അപ്പോൾ ആ ഡോക്ടർ പറയും, ശരി നീ നിന്റെ വീട്ടിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക, നിന്റെ അച്ഛനും അമ്മയും നിന്നെ അവിടെ കാത്തിരിക്കുകയാണ്, നീ ഇപ്പോൾ വീടിനകത്തേക്ക് കയറി പോകുന്നു, എന്ത് കളറാണ് നീ താമസിക്കുന്ന വീടിന്? അപ്പോൾ ഐറിസ് പെട്ടെന്ന് ആലോചിച്ചിട്ട്, ഒരു വൈറ്റ് ഹൗസിലാണ് ഞാൻ താമസിക്കുന്നത്. എന്നിട്ട് അവൾ പറയും, എനിക്ക് നല്ലതുപോലെ ഉറങ്ങണം, എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറയുമ്പോൾ അയാൾ പറയും, ഇതിപ്പോൾ സെപ്റ്റംബർ 1958 അന്നത്തെ ദിവസം നീ നിന്റെ റൂമിൽ കിടന്ന് ഉറങ്ങുന്നു. ഇതുകൂടി ആവുന്നതും ഐറിസ് അങ്ങനെ ഇരുന്നങ്ങ് ഉറങ്ങും. കുറെ കഴിയുമ്പോഴത്തേക്കാണ് ഒരു നേഴ്സ് ഈ റൂമിനകത്തേക്ക് വരുമ്പോൾ ആ ഡോക്ടർ പറയും, അവളിതേ ഈ ചെയറിൽ കിടന്ന് ഉറങ്ങാണ് എന്ന് പറയുന്നതും ഇപ്പൊ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഐറിസിനെ ഒരു ചെയറിൽ ഇങ്ങനെ കൊണ്ടുപോവാണ്. അതുമല്ല അവളുടെ കൈയും കാലെല്ലാം അത് ചെയറിൽ തന്നെ കെട്ടിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഐറിസ് പതിയെ കണ്ണു തുറന്ന് മുകളിലേക്ക് നോക്കുന്നതും ആരോ ഒരാൾ ഐറിസിനെ തള്ളിക്കൊണ്ട് പോകുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഐറിസ് നല്ലതുപോലെ അലറി വിളിച്ചിട്ട്, പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്, സോറി എന്നെല്ലാം അവളിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവൾക്ക് അറിയാവുന്ന ഒരാളാണ്. അങ്ങനെ അവസാനം അവളെ ഒരു റൂമിനകത്തേക്ക് കൊണ്ടുവരുന്നതും അവിടെ ഈ ഓപ്പറേഷൻ ചെയ്യുന്ന ടൂളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഐറിസ് അവിടെ ഇരുന്ന് കരഞ്ഞു പറയുന്നുണ്ട്, സോറി എനിക്ക് വീട്ടിൽ പോകണം, എന്നെ വെറുതെ വിടാൻ പറയുമ്പോൾ അപ്പോഴാണ് നമുക്ക് കാണിക്കുന്നത് വേറെ ഒന്നുമല്ല, അവളെ കൊണ്ടുവന്നത് ആ ഗോസ്റ്റ് ആയിരുന്നു. എന്നിട്ട് അവളുടെ തലയിലേക്ക് ഒരു കമ്പി കുത്തിയിറക്കി ഐറിസിനെ അവിടെ വെച്ച് കൊല്ലുകയാണ്. അതേസമയം ഇവിടെ ക്രിസ്റ്റി സോയിയോട് ചോദിക്കുന്നുണ്ട്, അല്ല പോയ ഐറിസ് എവിടെ, അവൾ ഇതുവരെ തിരിച്ചു വന്നില്ലോ എന്ന് പറയുമ്പോൾ സോയി പറയും, ഐറിസ് എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ആ നേഴ്സ് പെട്ടെന്ന് വന്നിട്ട്, ഓക്കെ ഉറങ്ങാനുള്ള സമയമായി എന്ന് പറയുന്നതും ക്രിസ്റ്റി ചോദിക്കുന്നുണ്ട്, അല്ല ഐറിസ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, പ്ലീസ് ഉറങ്ങാനുള്ള സമയമായി എന്ന് പറഞ്ഞ് ഐറിസ് എവിടെയാണെന്നുള്ള മറുപടി പറയാതെ ഇവരെ റൂമിലേക്ക് ആക്കുന്നു. അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോഴത്തേക്കും നമ്മുടെ ക്രിസ്റ്റി ഇങ്ങനെ നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ ഒരു നേഴ്സ് അവിടേക്ക് വന്നിട്ട് ടോർച്ച് അടിച്ച് നോക്കുകയാണ് ഇവരെന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ക്രിസ്റ്റി അവനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതും അവൻ അവിടെ നിന്ന് അടുത്ത റൂമിലേക്ക് പോകും. അങ്ങനെ അന്ന് രാത്രിയാകുമ്പോൾ നേരത്തെ കാണിച്ചുള്ള ഒരു പെണ്ണിനെ ഇതുപോലെ ചങ്ങലയിൽ കെട്ടിയിട്ടേക്കുന്നത് പോലെ ആ കാര്യം പിന്നെയും കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഈ പെണ്ണ് ആരാണെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ആകുമ്പോൾ ഐറിസ് മാത്രം ഇവരുടെ കൂട്ടത്തിലല്ല, ബാക്കി 3 പേര് അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ ക്രിസ്റ്റി രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നിട്ട് ഐറിസിന്റെ റൂമിലേക്ക് ചെന്ന്
അവൾ അവിടെ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഒരു ബുക്ക് മാത്രം അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ ഐറിസ് ഒരിക്കലും അവിടെ ഇല്ല, കാരണം അത് അവളുടെ ബുക്ക് തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് വെളിയിലേക്ക് വന്നിട്ട് ആ നേഴ്സിനെ വിളിച്ച്, ഹേ നേഴ്സ്, നിങ്ങൾ ഇതിന് മറുപടി പറയേ, ഐറിസ് എവിടെ? അവൾ വീട്ടിലേക്ക് പോയെങ്കിൽ അവളുടെ സ്കെച്ച് ബുക്ക് അവൾ ഒരിക്കലും കൊണ്ടുപോയിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ ആ നേഴ്സ് അതിന് മറുപടി പറയാതെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അങ്ങനെ ക്രിസ്റ്റി എന്താ ചെയ്യുന്ന വെച്ചാൽ ഐറിസിന്റെ ആ ഒരു ബുക്ക് എടുത്തിട്ട് നേരെ റൂമിലേക്ക് വന്ന് അവൾ വരച്ച ആ ചിത്രങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ കണ്ടു നോക്കും. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും പേരും ചിത്രവും അവൾ വരച്ചിട്ടുണ്ട്. അങ്ങനെ അത് ഓരോന്ന് മറിച്ച് നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ക്രിസ്റ്റി ഇടയ്ക്ക് വെച്ച് കണ്ട ആ ഒരു ഗോസ്റ്റ് ഉണ്ടല്ലോ, അതിന്റെ ചിത്രം അവൾ വരച്ചു വെച്ചേക്കുന്നു. അതേപോലെ തന്നെ അതിൽ ആലീസ് എന്നുള്ളൊരു പേരാണ് എഴുതിയിട്ടുള്ളത്. ഇതുകൂടി കാണുമ്പോൾ ക്രിസ്റ്റി കണ്ട ആ ഒരു പ്രേതം അത് റിയൽ ആയിട്ടുള്ളത് തന്നെയാണ് എന്ന് മനസ്സിലാക്കി അവൾ ആ ഒരു മെത്തേരടിയിൽ നിന്നും ഇതിനു മുന്നേ അവൾക്ക് കുറച്ച് മുത്തുകൾ കിട്ടിയിരുന്നല്ലോ, അതെടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ എടുത്ത് നോക്കുമ്പോഴത്തേക്കാണ് അതിൽ ഓരോ അക്ഷരങ്ങളും വെച്ച് വായിച്ചു നോക്കുമ്പോൾ ആലീസ് എന്നുള്ള പേരാണ് അതിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആലീസ് എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിന് എന്തോ ഒരു കാര്യം ഇവിടെ വെച്ച് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ക്രിസ്റ്റി നേരെ ആ ഡോക്ടറിന്റെ അടുത്തേക്ക് വന്ന് ഇപ്പോൾ ഡോക്ടറിനോട് ചോദിക്കുകയാണ്, ആലീസ് എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിക്ക് എന്താ സംഭവിച്ചത്? അതേപോലെ തന്നെ ഐറിസ് അവൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഈ ഡോക്ടർ ചോദിക്കും, അല്ല ആലീസ് എന്നുള്ള ആ ഒരു പേര് നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ആ പെണ്ണിനെയാണ് ഈ ബാത്റൂമിൽ വെച്ച് ഞാൻ കണ്ടത്. അതും കൂടാതെ എത്ര പെൺകുട്ടികളാണ് ഈ ഹോസ്പിറ്റലിൽ നിന്ന് കാണാതായിട്ടുള്ളത്? അതുപോലെ എന്നെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ ആ നേഴ്സ് ഒരു പെൺകുട്ടിയുടെ പേര് അവിടെ നിന്ന് തുടച്ച് മാറ്റുമായിരുന്നു. അസുഖം ഭേദമായ ഒരു പെണ്ണാണെങ്കിൽ അവളുടെ ഒരു ഡീറ്റെയിൽസ് ഇവിടെ കാണുന്നതുമില്ല. അവർക്ക് എന്താ സംഭവിച്ചേ? ഐറിസ്, ടാമി, ആലീസ് എല്ലാവരും മരിച്ചുപോയോ? അപ്പോൾ ആ ഡോക്ടർ ചോദിക്കും, അവരെല്ലാം മരിച്ചുപോയെന്ന് നീ എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത്? കാരണം ഇവിടെ ഒരു പ്രേതമുണ്ട്. ആ പ്രേതത്തെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? അതൊരു പെണ്ണാണ്. അവളാണ് എന്നെ ഷവറിൽ വെച്ച് പേടിപ്പിച്ചത്. ഞാൻ മാത്രമല്ല, ഇവിടെയുള്ള മറ്റു പെൺകുട്ടികളും ആ പ്രേതത്തെ കണ്ടിട്ടുണ്ട് എന്നുകൂടി പറയുമ്പോഴത്തേക്കും ഇവിടെ നേരത്തെ തന്നെ എന്തോ ഒരു കാര്യം പറഞ്ഞതിന് അവളെ കൊണ്ടുപോയി ഷോക്ക് അടിപ്പിച്ചതാണ്. ഇപ്പം ഇതുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോക്ടർ വിശ്വസിക്കാമെന്നാണോ? അങ്ങനെ ക്രിസ്ത്യൻ വീണ്ടും ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്കിതിന് മറുപടി പറയാൻ കഴിയത്തില്ല എന്നാണ്. വേണമെന്നുണ്ടെങ്കിൽ നീ തന്നെ അതിന് ഉത്തരം കണ്ടുപിടിക്കുക എന്നും പറഞ്ഞിട്ട് ആ നേഴ്സിനെ വിളിച്ച് ഇപ്പോൾ ക്രിസ്റ്റീനെ അവളുടെ റൂമിലേക്ക് തന്നെ കൊണ്ടുപോകാൻ പറയും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ക്രിസ്റ്റി നേരെ സാറയുടെ മുന്നിലേക്ക് വന്നിട്ട്, ആരാ ആലീസ്? ആ പെണ്ണ് ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, നീ അവളെ കണ്ടിട്ടുമുണ്ട്, അവളെ പറ്റി എന്നോട് പറയാൻ പറയുമ്പോൾ സാറ ഒരിക്കലും അത് പറയത്തില്ല. അവൾ എഴുന്നേറ്റ് ഇങ്ങനെ മാറുമ്പോഴത്തേക്കും ക്രിസ്റ്റി നേരെ സാറയുടെ അടുത്തേക്ക് ചെന്നിട്ട് മുഖത്ത് നോക്കിയൊരു ഒറ്റയടി, എന്നിട്ട് ആലീസ് ആരാണെന്ന് എന്നോട് പറയാൻ പറയുമ്പോൾ എമിലി പെട്ടെന്ന് എഴുന്നേറ്റ് വന്നിട്ട്, ആലീസ് ഞങ്ങളോടൊപ്പമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു, പക്ഷെ ഇപ്പോൾ അവൾ ഇവിടെ ഇല്ല, അവൾ ഇവിടെ നിന്ന് പോയെന്ന് പറയുന്നതും ക്രിസ്റ്റി ചോദിക്കും, എവിടേക്ക് പോയി? അപ്പോൾ എമിലി പറയും, അവളെ ഇവര് പുറത്തേക്ക് വിട്ടു എന്ന് പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ക്രിസ്റ്റി പറയുന്നത്, ശരി, ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ പോവാണ്, ഐറിസിനെ എന്തായാലും ഞാൻ കണ്ടുപിടിക്കും. സാറ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരിക്കലും പുറത്തു പോകാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ എമിലി ചോദിക്കും, എങ്ങനെ നമ്മൾ പുറത്തു പോകും? അതൊക്കെയുണ്ട് എന്നും പറഞ്ഞിട്ട് നേരെ സോയിയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ വായിൽ എന്തോ ഒരു കാര്യം വെച്ചിട്ടുണ്ട്. അതെന്തോ കോയിനോ മറ്റോ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അതൊരു മരുന്നാണെന്ന്, ഒരിക്കലും അല്ല. ഇപ്പൊ അത് നമ്മുടെ ക്രിസ്റ്റി വാങ്ങി വെച്ചിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്കും ആ ഡോക്ടർ വേറെ ആരോടെ വിളിച്ച് പറയുന്നുണ്ട്, അതെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ ക്രിസ്റ്റി എമിലിയുടെ റൂമിലേക്ക് ചെന്നിട്ട് അവളോട് ഇങ്ങനെ പറയുന്നുണ്ട്, ശരി, ഇന്ന് രാത്രി ഈ റൂം ലോക്ക് ചെയ്യാൻ കഴിയാത്തൊരു രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. നേഴ്സ് വന്ന് പരിശോധിച്ചതിന് ശേഷം ഞാൻ നിന്റെ മുറിയിലേക്ക് വരും. അത് കഴിഞ്ഞ് നമ്മൾ രണ്ടുപേരും ഇവിടെ നിന്നും ഐറിസിനെ കണ്ടുപിടിച്ച് പുറത്തേക്ക് ഇറങ്ങും. ഇതാണ് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രിയാകുമ്പോൾ ഈ നേഴ്സ് വന്ന് എല്ലാവർക്കും മരുന്ന് കൊടുക്കുകയാണ്. മരുന്നെല്ലാം കൊടുത്ത് അവർ കഴിച്ചോ ഇല്ലെന്നെല്ലാം ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ അവർ വെളിയിലേക്ക് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ക്രിസ്റ്റി നേരെ എമിലിയുടെ റൂമിലേക്ക് വന്നിട്ട് ഉറങ്ങി കിടക്കുന്ന എമിലിയെ വിളിച്ച് നേരെ വെളിയിലേക്ക് വരും. എന്നിട്ട് ഇവർ ഒരു മെയിൻ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമല്ലോ, അതിൻ്റെ ഡോറാണ് തുറക്കാൻ പാട്. അങ്ങനെ അവിടേക്ക് ചെന്നിട്ട് ആ ലോക്ക് വെച്ചേക്കുന്ന ഭാഗമുണ്ടല്ലോ, അത് അവളുടെ ഇരിക്കുന്ന ആ ഒരു കോയിൻ ഉപയോഗിച്ച് അതിലെ ആ ഒരു നട്ടെല്ലാം പതിയെ ഇങ്ങനെ അഴിക്കുകയാണ്. സോറി, ഇത് വെളിയിലേക്ക് പോകാനായിട്ടുള്ള ഡോറല്ല, ഇത് മറ്റൊരു റൂമിൻ്റെ ഡോറാണ്. അത് തുറന്നിട്ട് അവിടെ ഒരു വെന്റിലേഷൻ ഭാഗമുണ്ട്, അതിനുള്ളിലൂടെ ഇവർ രണ്ടുപേരും ഇങ്ങനെ പോവാണ്. അപ്പോൾ അതുവഴി പുറത്തേക്ക് ഇറങ്ങാനുള്ള പ്ലാനാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കും ഈ നേഴ്സുമാർ എന്തോ ശബ്ദം കേട്ട് മുകളിലേക്ക് ടോർച്ച് അടിക്കുന്നുണ്ട്. ജസ്റ്റ് മിസ് നമ്മുടെ ക്രിസ്റ്റി എന്തായാലും കണ്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അതുവഴി നേരെ വീഴുന്നത് ഈ നോർമലായിട്ടുള്ള വാർഡുണ്ടല്ലോ അവിടേക്കാണ്. അവിടേക്ക് വന്നിങ്ങനെ ഒളിച്ചൊളിച്ച് പോകുമ്പോഴത്തേക്കും ഇവിടെ മുകളിലെ ഇവരുടെ വാർഡിലുള്ള ആ ഒരു നേഴ്സ് ഇവിടുത്തെ ഡോർ തുറന്നു നടക്കുന്ന കാര്യം കണ്ടിട്ടുണ്ട്. അതുപോലെ ഇവർ രണ്ടുപേരും ഇപ്പോൾ ആ വാർഡിൽ നിൽക്കുമ്പോൾ അതിനകത്തൊരു പേഷ്യൻ്റ് ഇങ്ങനെ അനങ്ങാതെ ഇവർ തന്നെ നോക്കി കിടക്കുകയാണ്. പക്ഷെ അയാൾ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ അവിടെയുള്ള നേഴ്സുമാരെയും പറ്റിച്ചിട്ട് ഇവർ രണ്ടുപേരും അവിടെ നിന്നും ഈ ബിൽഡിങ്ങിന്റെ താഴേക്ക് ഇറങ്ങും. എന്നിട്ട് ഒരു പ്രത്യേകതര റൂമിലൂടെ നടന്ന് മറ്റൊരു റൂമിലെത്തുമ്പോൾ ഇതൊരു ഓപ്പറേഷൻ റൂമാണെന്ന് തോന്നുന്നു. പക്ഷെ ഇതുവരെയും ഇതുപോലൊരു കാര്യം ഇവർ കണ്ടിട്ടില്ല. അപ്പോഴാണ് വെളിയിലൂടെ ആരൊക്കെയോ വരുന്ന ശബ്ദം കേട്ടിട്ട് ഇപ്പോൾ എമിലിയോട് പറയും, ശരി എവിടെയെങ്കിലും പോയി ഒളിക്കാൻ പറയുമ്പോൾ എമിലി ഒരിടത്തേക്ക് പോയി ഒളിച്ചിരിക്കുന്നു. നമ്മുടെ ക്രിസ്റ്റി ആണെങ്കിലോ മറ്റു റൂമിനകത്തേക്ക് ഇങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ കുറേ നേരം അവർ അതിനകത്ത് തന്നെ നിൽക്കുന്നതും ഇപ്പോൾ വെളിയിൽ നിന്നും ഈ റൂമിനകത്തേക്ക് ആരും കയറി വരുന്നില്ല.
അങ്ങനെ അവർ പോയെന്ന് മനസ്സിലാക്കി നമ്മുടെ ക്രിസ്റ്റി നേരെ വെളിയിലേക്ക് വന്നപ്പോൾ എമിലി വെളിയിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഇപ്പൊ അവളെവിടെയെന്ന് അറിയാൻ വേണ്ടി ഈ ഡെഡ് ബോഡി എല്ലാം കിടത്തുന്ന ആ ഒരു ചെറിയ പെട്ടിയുണ്ടല്ലോ, അതിങ്ങനെ തുറന്നു നോക്കുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ആ ഒരു പെട്ടിയിൽ ആരോ ഇരുന്ന് അടിക്കുന്നത് പോലെ. അപ്പോൾ എമിലിയാണ് ഉള്ളിലുള്ളതെന്ന് പറഞ്ഞിട്ടാണ് അവൾ തുറക്കുന്നത്. പക്ഷേ അതിനകത്ത് അവൾ ആരും കാണുന്നില്ല. അങ്ങനെ എമിലിയെ നോക്കിയിട്ട് എവിടെയും കാണാത്തത് കൊണ്ട് തന്നെ അടുത്ത ഒരു മുറി കൂടി അവൾ തുറന്നു നോക്കുമ്പോൾ പെട്ടെന്ന് അതിനകത്ത് നിന്ന് ഇതുപോലെ ഒരു കൈ ഇങ്ങനെ വരുന്നതും ഇത് കണ്ട് പേടിച്ചിട്ട് നമ്മുടെ ക്രിസ്റ്റി ഉണ്ടല്ലോ ആ റൂമിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി ഇപ്പോൾ മുകളിലേക്ക് ഓടിപ്പോവാണ്. അങ്ങനെ ഓടി മുകളിലേക്ക് എത്തുമ്പോൾ എമിലി ഇപ്പോഴും കൂടെ വന്നിട്ടില്ല. അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരു മൊട്ട അപ്പൂപ്പൻ, അയാൾ മാത്രമേ കാവലിനുള്ളൂ. ഇപ്പൊ അയാൾ എഴുന്നേറ്റ് അവിടെ നിന്ന് പോകുന്നതും ക്രിസ്റ്റി അയാൾ കാണാതെ അയാളുടെ പിറകെ വരുന്നുണ്ട്. അങ്ങനെ അയാൾ അവിടെ നിന്ന് പോകുമ്പോൾ അയാളുടെ ആ ഒരു ക്യാബിന്റെ ഭാഗത്തേക്ക് വന്നിട്ട് അവിടെ നിന്ന് ഇപ്പോൾ വെളിയിലേക്ക് പോകാൻ വേണ്ടി അവൾ നടന്നു വന്ന് എന്തോ ശബ്ദം കേട്ട് പുറകിലേക്ക് നോക്കും. പക്ഷേ രണ്ട് സൈഡിൽ ആരെ കാണുന്നില്ല. ഇവള് പെട്ടെന്ന് തിരിഞ്ഞു വരുമ്പോഴത്തേക്കാണ് ആ പ്രേതം അവിടെ തന്നെ നിൽക്കുന്നു. ഇത് കണ്ട ക്രിസ്റ്റി പേടിച്ച് താഴേക്ക് വന്ന് വീഴുന്നതും കുറച്ച് കഴിയുമ്പോൾ ആ ഒരു നേഴ്സ് അവിടേക്ക് വന്നിട്ട് നല്ല ശ്രമമായിരുന്നു പക്ഷെ പാളിപ്പോയെന്നും പറഞ്ഞ് അവളെ എടുത്തോണ്ട് പോകുന്നു. അപ്പോൾ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ട് കാണിക്കുന്നുണ്ട്. വേറെ ഏതോ ഒരു പെൺകുട്ടിയെ ഈ ചങ്ങലയിൽ കെട്ടിയിട്ടിട്ടുണ്ടല്ലോ, അവളുടെ അടുത്തേക്ക് ആരോ ഒരാൾ വന്നിട്ട് അയാളുടെ ബെൽറ്റ് എല്ലാം ഇങ്ങനെ അഴിക്കുകയാണ്. പക്ഷെ അവളെ എന്ത് ചെയ്തു എന്ന് മാത്രം നമുക്ക് കാണിച്ചു തരുന്നില്ല. ഇപ്പൊ അത് കഴിഞ്ഞ അടുത്ത ദിവസം നമ്മുടെ ക്രിസ്റ്റി വീണ്ടും അവളുടെ ആ ഒരു റൂമിൽ നിന്ന് തന്നെയാണ് കണ്ണു തുറക്കുന്നത്. അവൾക്ക് എന്താണ് ഇന്നലെ രാത്രി സംഭവിച്ചെന്നുള്ള ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ക്രിസ്റ്റി വെളിയിലേക്ക് വരുമ്പോൾ നമ്മുടെ എമിലി എന്തായാലും അവിടെ തന്നെയുണ്ട്. അവൾക്ക് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. അവൾ പറയും ഇവരെന്നെ പിടിച്ചു, അതിൽ എൻ്റെ കൈ നല്ലതുപോലെ വേദനിപ്പിച്ചു എന്നെല്ലാം പറഞ്ഞിട്ട്. അല്ല, ഐറിസിനെ നീ കണ്ടോ? ഇല്ല, കണ്ടില്ല. അവൾ പോയെന്ന് തോന്നുന്നു. ഒരിക്കലും ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ മതിയാവൂ, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളും ഇതിനകത്ത് പെട്ടുപോകും എന്ന് പറയുമ്പോൾ എമിലി പറയും ഇല്ല, നമുക്കൊരിക്കലും പുറത്തേക്ക് പോകാൻ കഴിയത്തില്ല. അപ്പോൾ ക്രിസ്റ്റി പറയും ഇല്ല, നമ്മൾ ശ്രമിച്ചേ മതിയാവൂ. അതേസമയം ഇതിനകത്തുള്ള ആ നേഴ്സ് ഉണ്ടല്ലോ, അവനാണെങ്കിൽ ഇവരിറങ്ങിപ്പോയ ആ ഒരു ഭാഗം അത് നല്ലതുപോലെ വീണ്ടും ലോക്കാക്കി വെക്കുകയാണ്. അപ്പോഴേക്കാണ് സാർ അവിടേക്ക് വന്നിട്ട് അവനോട് സംസാരിക്കുന്നു. എന്നിട്ട് അവനോട് പറയുന്നുണ്ട് ഇതിനകത്ത് ഞാൻ സ്നേഹിക്കുന്ന ഒരേ ഒരാൾ നീ മാത്രമാണ്. ഞാൻ ഉടനെ തന്നെ പുറത്തേക്ക് ഇറങ്ങും, അപ്പോൾ നമുക്ക് ഡേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അവൻ പറയും ഇല്ല, ഒരിക്കലും ഇല്ല, നിന്നെ ഡേറ്റ് ചെയ്യുമെന്ന് നീ ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. അപ്പോൾ ഇതുകൂടി കേൾക്കുമ്പോഴത്തേക്കും സാറയ്ക്ക് എന്തോ വിഷമമായിട്ട് അവൾ അവിടുന്ന് തിരിച്ച് ഈ മെയിൻ ഹോളിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്റ്റി അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇന്നലെ എന്തിനാ ഇവിടെ നിന്ന് ഓടിപ്പോകാൻ ശ്രമിച്ചേ? അത് എന്തുകൊണ്ടാണ് പിടിക്കപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ ഐറിസിനെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു, പക്ഷെ ഒരിക്കലും നമ്മൾ അവളെ കണ്ടുപിടിച്ചില്ല. അപ്പോൾ സാറ് പറയും നിങ്ങൾ രണ്ടുപേരും വെറുതെ ഇവിടെ ചുറ്റി നടക്കുന്നത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ എന്ന് പറയുമ്പോൾ എമിലി പെട്ടെന്ന് ദേഷ്യപ്പെട്ട് അവളുടെ അടുത്തേക്ക് വരുമ്പോൾ അവൾ എല്ലാവരെയും കളിയാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും അത് ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് സോയി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനെ അവരെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ സാറ് പെട്ടെന്ന് ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കണ്ടിട്ട് അസൂയാണ് എന്നും പറഞ്ഞ് അവളുടെ സൗന്ദര്യം ഇങ്ങനെ നോക്കിയിട്ട് ഒരു കണ്ണാടി എടുത്ത് അവൾ നടന്നിങ്ങനെ പോവാണ്. എന്നിട്ട് പെട്ടെന്ന് ആ കണ്ണാടി വഴി പുറകിലേക്ക് നോക്കുമ്പോൾ ആ പ്രേതത്തെ അവളും കാണുന്നുണ്ട്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അലറി വിളിക്കുമ്പോഴത്തേക്കും ഈ ഹോളിൽ ഒരു TV-യിൽ മൂവി ഇട്ടിട്ടുണ്ട്. അതിന്റെ ശബ്ദവും ഇവളുടെ ശബ്ദവും കേട്ട് ഇവരത് വലിയ കാര്യമാക്കത്തില്ല. അപ്പോൾ സാറ് പെട്ടെന്ന് പേടിച്ചിട്ട് അടുത്തുള്ളൊരു കിച്ചനകത്തേക്ക് ഓടിക്കയറും. എന്നിട്ട് അതിനകത്ത് പേടിച്ചിങ്ങനെ നിൽക്കും. എന്നിട്ട് വെളിയിലേക്ക് നോക്കുന്നുണ്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന്. ആരെയും കാണാത്തത് കൊണ്ട് തന്നെ അവളങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ പുറകിലൂടെ ആ ഒരു പ്രേതം വന്ന് അവളെ പിടിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ സാറ് കണ്ണു തുറക്കുമ്പോൾ അവളും ഇതുപോലെ ഒരു ഓപ്പറേഷൻ റൂമിലാണ് കിടക്കുന്നത്. അവളെയും ആ കട്ടിലിൽ ഇങ്ങനെ കെട്ടിയിട്ടേക്കാണ്. അങ്ങനെ സാറ പെട്ടെന്ന് കരയുന്നതും ഈ പ്രേതം ചുറ്റി നടക്കുമ്പോൾ ഇപ്പോഴാണ് നമുക്ക് ആ ടെസ്റ്റ് മനസ്സിലാവുന്നത് ഈ പെണ്ണ് വേറെ ആരുമല്ല, ആലീസ് എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിന്റെ പ്രേതമായിരുന്നു. അപ്പോൾ സാർ അവളോട് പറയുന്നുണ്ട് ആലീസ് അത് എൻ്റെ ഐഡിയ ആയിരുന്നില്ല, അവരെല്ലാവരും കൂടി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്നെല്ലാം പറഞ്ഞിട്ട് അവൾ നിർത്താൻ പറയുന്നുണ്ടെങ്കിലും ആലീസിന്റെ പ്രേതം അതൊന്നും കേൾക്കാതെ അവളുടെ തലയിലേക്ക് ആ ഒരു ബെൽറ്റ് വെച്ച് കെട്ടിയിട്ട് അവൾക്ക് ഷോക്ക് കൊടുത്ത് അതിന്റെ പവർ കൂട്ടി തന്നെ സാറെ അവിടെ വെച്ച് കരിച്ചു കൊല്ലുന്നു. അതേസമയം ഇതൊന്നും അറിയാതെ നമ്മുടെ ക്രിസ്റ്റി സാറെ അന്വേഷിച്ച് അവിടെയെല്ലാം നടക്കുമ്പോഴത്തേക്കും അവളുടെ റൂമിലും അവളെ കാണാനില്ല, എവിടെയും സാറെ കാണാനില്ല. അപ്പോഴേക്കാണ് സോയി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് തറയിലിരുന്ന് ഇങ്ങനെ കരയുന്നു. അതേപോലെ തന്നെ എമിലി ആണെങ്കിലും പേടിച്ച് ഒരിടത്ത് ഇങ്ങനെ മാറി നിൽക്കാണ്. അപ്പോൾ സോയി പറയുന്നുണ്ട് അത് സാറയും ബാക്കി പെൺകുട്ടികളുമായിരുന്നു, ഈ പാവ അവളുടേതാണ് എന്നെല്ലാം പറഞ്ഞ് അവളിങ്ങനെ കരയുമ്പോൾ സോയി പറയും ഞാൻ അവളെ ഒന്നും ചെയ്തില്ല, അത് സാറയും ബാക്കിയുള്ളവരായിരുന്നു. എമിലിയുടെ മുഖം കണ്ടിട്ട് നമ്മുടെ ക്രിസ്റ്റി നേരെ അവളുടെ അടുത്തേക്ക് ചെന്ന് നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവൾ എന്താണ് പറയുന്നത് എനിക്ക് അറിയത്തില്ല എന്ന് പറയുന്നതും ഇത് വെറും തമാശയല്ല, അതുകൊണ്ട് എനിക്കത് അറിഞ്ഞേ പറ്റൂ. സോയി നീ എങ്കിലും പറയും എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് സോയി പറയുന്നത് ആലീസ് അവളൊരു മോശം പെൺകുട്ടിയായിരുന്നു, അങ്ങനെ ടമ്മിയാണ് അവളെ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം ഞങ്ങളോട് പറഞ്ഞത്. അവൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് നിർത്തണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണമെന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആലീസിന് എന്തോ ഒരു പണി കൊടുക്കാൻ വേണ്ടി ഇവരെല്ലാവരും തീരുമാനിച്ചിട്ട് അതിന് സോയിയോട് എന്തോ ഒരു കാര്യം പറഞ്ഞു വിടും. അപ്പോൾ സോയി നേരെ ആലീസിൻ്റെ അടുത്തേക്ക് വന്ന് ആലീസ് നിന്റെ ബണ്ണി എവിടെയാണെന്ന് എനിക്കറിയാം, അത് ടമ്മിയുടെ മുറിയിലാണെന്ന് പറയുന്നതും ആലീസ് അവിടെ നിന്ന് എഴുന്നേറ്റ് ദേഷ്യപ്പെട്ട് അവളുടെ പാവ എടുക്കാൻ വേണ്ടി ടമ്മി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിൻ്റെ മുറിയിലേക്ക് ചെല്ലും.
അപ്പോൾ ഇതാണ് ടമ്മി എന്ന് പറഞ്ഞ ഒരു പെണ്ണ്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നു. അങ്ങനെ അവളകത്തേക്ക് കയറി വരുമ്പോൾ പുറകിൽ ഒളിച്ചു നിന്ന സാറയും ഐറിസും രണ്ടുപേരും അവളുടെ തലയിലേക്ക് ഒരു തുണി എടുത്തിട്ടിട്ട് അവളെ ശ്വാസം പിടിച്ച് ഇവരെല്ലാവരും കൂടി ചേർന്ന് അവളെ കൊല്ലുമായിരുന്നു. കാരണം വേറെ ഒന്നല്ല, ആലിസ് എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് എപ്പോഴും ഇവരെല്ലാവരെയും ഉപദ്രവിക്കും. ആ ദേഷ്യം കാരണമാണ് ഇവരെല്ലാവരും അങ്ങനെ ചെയ്തത്. ഇപ്പം ഈ ഒരു കാരണം കൊണ്ടാണ് ഇവിടെയുള്ള ബാക്കി പെൺകുട്ടികളെല്ലാവരെയും അതിൻ്റെ ദേഷ്യത്തിലെ ആലീസിൻ്റെ പ്രേതം ഓരോരുത്തരായിട്ട് കൊല്ലുന്നത് എന്നുള്ള കാര്യം സോയി പറയുന്നതും ഇപ്പോൾ നമ്മുടെ ക്രിസ്റ്റി പറയും ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പോവാം, ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ടെന്ന് പറയുമ്പോൾ എമിലി പെട്ടെന്ന് പേടിച്ചിട്ട് ക്രിസ്റ്റിയോട് പറയും, ക്രിസ്റ്റി നിന്നെപ്പോലെ ഞങ്ങളെല്ലാവരും ധൈര്യമുള്ളവരല്ല, അതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ കത്തിയെടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് നിൽക്കുകയാണ് കൈ മുറിക്കാൻ വേണ്ടി. അപ്പോൾ ക്രിസ്റ്റി ഒരുപാട് കാര്യങ്ങൾ അവളോട് പറയുന്നുണ്ട്. ഇല്ല നമുക്കിത് ചെയ്യാൻ കഴിയുന്നെല്ലാം പറഞ്ഞിങ്ങനെ നിൽക്കുന്നതും പെട്ടെന്ന് നമ്മുടെ എമിലിയുടെ പുറകിലൂടെ ആലീസിന്റെ പ്രേതം വന്ന് അവളെ പിടിച്ച് ആ കത്തിയെടുത്ത് എമിലിയുടെ കഴുത്ത് മുറിച്ച് അവളെ അങ്ങ് കൊല്ലുകയാണ്. എന്നിട്ട് ആ പ്രേതം മറഞ്ഞു പോകുന്നതും അങ്ങനെ ഇത് കണ്ട് ഇവർ രണ്ടുപേരും പേടിച്ചിട്ട് അടുത്തുള്ള ആ റൂമിനകത്തേക്ക് ഓടിക്കയറി. ഓക്കെ നിനക്ക് എന്തായാലും ധൈര്യം ഉണ്ടല്ലോ, നമ്മൾ രണ്ടുപേരും ഇതെന്തായാലും ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ക്രിസ്റ്റി മറ്റൊരു കത്തിയെടുത്ത് സോയിയുടെ കഴുത്തിലേക്ക് വെച്ചിട്ട് ഈ നേഴ്സുമാരെ കാണിച്ചുകൊണ്ട് അവളെ വെച്ച് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇവർ രണ്ടുപേരും അടുത്തേക്ക് വന്നാലും ഞാൻ ഇവളെ കൊല്ലുമെന്നും പറഞ്ഞ് അങ്ങനെ പിടിച്ച് പിടിച്ച് വെളിയിലേക്ക് പോകുന്നു. അപ്പോൾ ഈ നേഴ്സുമാർ രണ്ടുപേരും പേടിച്ചിങ്ങനെ മാറി നിൽക്കുമ്പോൾ ക്രിസ്റ്റി സോയിനെ പിടിച്ച് പതിയെ ആ ലിഫ്റ്റിലേക്ക് കയറുന്നതും അവിടെയായിരുന്നു മറ്റൊരു കാര്യം. പുറകിലെ മറ്റൊരു നേഴ്സ് ഉണ്ടായിരുന്നു. അവൻ ഈ കത്തി പിടിച്ച് വാങ്ങി സോയിനെ പിടിച്ച് മാറ്റിയിട്ട് ഇപ്പോൾ ക്രിസ്റ്റി അങ്ങനെ പിടിച്ചു വെച്ച് അവളെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അപ്പോഴും ക്രിസ്റ്റി പറയുന്നുണ്ട്, ഇവിടെ എന്താണ് നടക്കുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾക്ക് പുറത്തു പോയേ മതിയാവും എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ഇവർക്കറിയത്തില്ലല്ലോ. അങ്ങനെ അവസാനം നമ്മുടെ ക്രിസ്റ്റി അവർ മയക്കി അവിടെ നിന്നും വലിച്ചെടുത്തുകൊണ്ട് പോവാണ്. ഇപ്പോൾ ആ പ്രേതം എന്തായാലും ഇവരെല്ലാവരെയും കൊല്ലും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്രിസ്റ്റി അവിടേക്ക് കൊണ്ടുവന്ന് അവൾക്ക് മരുന്നെല്ലാം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവളുടെ രണ്ട് കൈയും കെട്ടിയ അവസ്ഥയിൽ ഒരു ബെൽറ്റ് പോലത്തെ ഡ്രസ്സ് ഉണ്ട്, അതെടുത്തിട്ട് അവളെ റൂമിലാക്കും. ഇനിയിപ്പോൾ അവൾക്ക് കൈ അനക്കാൻ കഴിയത്തില്ല. അങ്ങനെ ആ നേഴ്സുമാർ അവിടെ നിന്ന് പോകുന്നതും ക്രിസ്റ്റി എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ബെൽറ്റ് അടിക്കാൻ വേണ്ടി അടുത്തൊരു സ്പ്രിങ് ഉണ്ട്, അതിലേക്ക് കൈയെല്ലാം വെച്ചിട്ട് ഈ ഒരു ബെൽറ്റ് വലിച്ചെങ്ങനെയെങ്കിലും ഇളക്കി. അത് കഴിഞ്ഞ് അവളുടെ വായിലുള്ള ആ ഒരു മരുന്ന് അവളെ ഇറക്കിയിട്ടില്ലായിരുന്നു, അതും തൊപ്പിക്കളഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ നേഴ്സ് റൂം പരിശോധിക്കാൻ വരുമ്പോൾ ക്രിസ്റ്റിയെ ബെഡിൽ കാണുന്നില്ല. അവർ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോഴത്തേക്കും ക്രിസ്റ്റി അവിടെ ഒളിച്ചു നിൽക്കുമായിരുന്നു. ഇവരുടെ തലയിലേക്ക് ഒരു അടിയടിച്ച് അവൾ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങും. എന്നിട്ട് നമ്മുടെ ക്രിസ്റ്റി നേരെ ഓടി വന്നിട്ട് സോയിനെ വിളിച്ചിട്ട് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സെക്യൂരിറ്റി അത് കണ്ടില്ല. എന്നിട്ട് ഇവർ രണ്ടുപേരും വെളിയിലേക്ക് ഓടി ആ ലിഫ്റ്റിലേക്കും കയറുന്നുണ്ട്. എന്തായാലും ആ സെക്യൂരിറ്റി അവരെ പിടിക്കുന്നതിന് മുന്നേ ലിഫ്റ്റിലേക്ക് കയറി രണ്ടുപേരും താഴേക്ക് പോകുന്നു. അങ്ങനെ താഴേക്ക് ചെന്നിട്ട് അവിടുത്തെ ആ ഒരു വരാന്തയിലൂടെ ഇങ്ങനെ ഓടിപ്പോവാണ്. ഓടിപ്പോകുമ്പോൾ അടുത്തൊരു സെക്യൂരിറ്റി അവിടെ നിന്ന് വരുന്നു. ഇവിടെ നിന്ന് മറ്റൊരു വശത്തേക്ക് ഓടും. ഓടിയിട്ട് സ്റ്റെപ്പ് വഴി പോകാനായിട്ട് നിൽക്കുമ്പോൾ അവിടെ ആ ഒരു പ്രേതം വന്ന് നിൽക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന് മറ്റൊരു വഴി ഓടാൻ തുടങ്ങും. അങ്ങനെ ഇവർ രണ്ടുപേരും അവിടെ നിന്ന് ഓടി ഓടി അവസാനം ഇതിൻ്റെ ബേസ്മെൻറ്റ് ഭാഗമുണ്ട്. അവിടേക്ക് വരുമ്പോഴത്തേക്കും ഇവർക്കിപ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് പോകാനായിട്ടുള്ള വഴിയില്ല. പക്ഷേ ഇവിടെ നിന്ന് മുകളിലേക്ക് സാധനങ്ങൾ കൊണ്ടുവന്ന ചെറിയൊരു ലിഫ്റ്റ് ഉണ്ട്. ആ സെക്യൂരിറ്റികളും പുറകെ ഓടി വരുന്നുണ്ട്. ഇത് കാരണം ക്രിസ്റ്റി ഇപ്പോൾ സോയിയോട് പറയും, ശരി നീ ആദ്യം മുകളിലേക്ക് പോകുന്നു പറഞ്ഞിട്ട് നമ്മുടെ സോയി ആ ഒരു ലിഫ്റ്റ് വഴി മുകളിലേക്ക് പറഞ്ഞു വിടുന്നു. അങ്ങനെ സോയി മുകളിലേക്ക് എത്തി ആ ലിഫ്റ്റ് വീണ്ടും താഴേക്ക് വന്ന് അടുത്തത് ക്രിസ്റ്റി അവൾ അതിനകത്തേക്ക് കയറിയിട്ട് മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുകളിലത്തെ ആ ഒരു റൂമിൽ ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെ നമ്മുടെ സോയിനെ കാണുന്നില്ല. പകരം ഈ രക്തം താഴെ ഇങ്ങനെ വീണ് കിടപ്പുണ്ട്. അത് ഫോളോ ചെയ്ത് സോയി നീ എവിടെയാണെന്ന് ചോദിച്ച് ക്രിസ്റ്റി അങ്ങനെ നടന്നു പോവാണ്. സോയിക്ക് എന്ത് സംഭവിച്ചെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ നടന്ന് അവസാനം എത്തുന്നതും പെട്ടെന്ന് അവളുടെ മുന്നിൽ ആലീസിന്റെ പ്രേതം വന്ന് നിൽക്കുന്നു. എന്നിട്ട് അവളെ പിടിച്ചൊരു ഒറ്റ ഏറ് ക്രിസ്റ്റി തെറിച്ച് ആ വാതിലേക്ക് വന്ന് ഇടിച്ചിട്ട് താഴെ വീണ് വീണ്ടും എഴുന്നേറ്റ് ഇങ്ങനെ ഓടുകയാണ്. അപ്പോൾ ആ ഒരു പ്രേതം അവളെ എവിടെയും വിടുന്നില്ല, അവളെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അവസാനം നമ്മുടെ ക്രിസ്റ്റി വന്നിട്ട് ഫോൺ എടുത്ത് ആരെയും വിളിക്കാൻ ശ്രമിക്കും. അപ്പോഴും അവളുടെ പിറകെ വന്ന് നിൽക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇവള് ആ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ വീശുന്നുണ്ട്, പക്ഷെ കാണുന്നില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും നല്ലതുപോലെ ഫൈറ്റ് ചെയ്യും. അവസാനം നമ്മുടെ ക്രിസ്റ്റി എന്താ ചെയ്യുന്നത് വെച്ചാൽ അവിടെ വലിയൊരു കോടാലി ഉണ്ട്, അത് ഇടിച്ചങ്ങ് പൊട്ടിച്ച് ആ ഒരു കോടാലി വെളിയിലേക്ക് എടുത്തിട്ട് ക്രിസ്റ്റി എന്ന് പറഞ്ഞ ആ ഒരു പ്രേതത്തിന്റെ ദേഹത്തേക്ക് ഒരു ഒറ്റ വെട്ടുകൊണ്ട് ആ പ്രേതം താഴേക്ക് വീഴുന്നുണ്ട്. അങ്ങനെ അവിടെ കിടന്നത് കരയുന്നതും ഇപ്പോൾ ക്രിസ്റ്റി അവിടെ നിന്ന് ഓടി ഈ ഡോക്ടർ ഉണ്ടല്ലോ അയാളുടെ റൂമിലേക്ക് വരും. അവിടെ വന്ന് നോക്കുമ്പോൾ അവിടെ എല്ലാം അലങ്കുലമായിട്ട് കിടക്കുന്നു. എന്താണ് സംഭവിച്ചെന്ന് അറിയത്തില്ല. അതുപോലെ ആലീസ് എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിന്റെ ഫയല് അവിടെ തുറന്നു വെച്ചേക്കാണ്. ഇത് കണ്ട ക്രിസ്റ്റി പെട്ടെന്ന് തിരിയുന്നതും ആ ഡോക്ടർ അവിടെയുണ്ട്. പെട്ടെന്നൊരു കത്തിയെടുത്ത് അയാളുടെ കഴുത്തിലേക്ക് വെച്ച് ഇവിടെ എന്താ നടക്കുന്നത്, എനിക്കിപ്പോൾ തന്നെ അറിഞ്ഞാൽ മതിയാവും. അപ്പോഴാണ് ആ ഡോക്ടർ നമ്മുടെ ക്രിസ്റ്റിയെ നോക്കി പറയുന്നത്, നിന്റെ പേരെന്താണെന്നറിയോ? ആലീസ് ഹസ്റ്റൺ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്റ്റിക്ക് എന്താണെന്ന് അറിയത്തില്ല. അവൾ പതിയെ പുറകിലേക്ക് പോകും. എന്നിട്ടൊരു ന്യൂസ് പേപ്പർ കട്ടിങ് എടുത്ത് അവൾക്കിനെ കാണിച്ചു കൊടുക്കുകയാണ്. നിന്നെ വീട്ടിൽ നിന്നും കുട്ടിക്കാലത്ത് തന്നെ ആരോ ഒരാൾ തട്ടിക്കൊണ്ടുപോയി. അതും 1958 സെപ്റ്റംബർ 3 രാത്രി സമയത്ത്.
അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്രിസ്റ്റിയുടെ പേര് ഒരിക്കലും ക്രിസ്റ്റി എന്നല്ല, അവളുടെ യഥാർത്ഥ പേര് ആലീസ് എന്നാണ്. ഇവിടെയാണ് ഓരോ ടെസ്റ്റുകളായിട്ട് ഇപ്പോൾ റിവീൽ ആവുന്നത്. കുട്ടിക്കാലത്ത് നമ്മുടെ ആലീസിനെ ഒരാൾ തട്ടിക്കൊണ്ടുപോയി വീട്ടിൽ നിന്നും, അതൊരു സൈക്കോ. എന്നിട്ട് അവളെ ഒരു റൂമിനകത്ത് കെട്ടിയിട്ട് ഉപദ്രവിക്കുകയായിരുന്നു. അതും കത്തിക്കരിഞ്ഞ ഒരു ഫാം ഹൗസിൻ്റെ അകത്ത് 2 മാസത്തോളം അവൾ അവിടെ തന്നെ കിടക്കുമായിരുന്നു. അവിടെ നിന്നാണ് നമ്മുടെ ക്രിസ്റ്റീനെ അവർ കണ്ടുപിടിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞ് 11 വർഷമായിട്ട് നീ ഇവിടെ താമസിക്കുന്നു. പിന്നെ ആ ഒരു ഫാം ഹൗസ് കത്തിച്ച് ആ ഓർമ്മ മാത്രമല്ലേ നിനക്കുള്ളത്. സത്യത്തിൽ അത് നിന്റെ വെറും തോന്നലാണ്. കുട്ടിക്കാലത്ത് നിനക്ക് സംഭവിച്ച ആ ഒരു കാര്യം നിന്നെ മാനസികമായിട്ടും ഒരുപാട് മാറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ നിന്റെ ഉള്ളിലെ ആ ഒരു ധൈര്യം നിനക്ക് പുറത്തെടുക്കാൻ വേണ്ടി നിനക്ക് പല പേഴ്സണാലിറ്റികൾ ഉണ്ടാവുമായിരുന്നു. എന്ന് വെച്ചാൽ അവൾക്കൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിരുന്നു. അവളുടെ പേടി മാറ്റാൻ വേണ്ടി ഇതുപോലെ പല വ്യക്തികളുടെ ഐഡന്റിറ്റി അവളെടുത്ത് ഇപ്പോൾ ആ ഫാം ഹൗസ് കത്തിച്ച് അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ അവൾ സ്വയം ഒരു കഥ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെയാണെങ്കിൽ ആ ഒരു കുട്ടിക്കാലത്ത് സംഭവിച്ച കാര്യം അവളുടെ ഉള്ളിൽ നിന്നും മാഞ്ഞു പോകത്തുള്ളൂ. അതുമല്ല, ആലീസ് എന്ന് പറഞ്ഞിട്ടുള്ള അവളുടെ യഥാർത്ഥ പേഴ്സണാലിറ്റി ഉണ്ടല്ലോ, ആ ഒരു പേഴ്സണാലിറ്റി അവൾക്ക് ഒരിക്കലും ആവശ്യമില്ല. അതൊരു ധൈര്യമില്ലാത്ത പെണ്ണാണ്. അതുകൊണ്ട് തന്നെ ആലീസ് സ്വയം ഒരു കഥ കെട്ടിച്ചമയ്ക്കാൻ തുടങ്ങി. അതിലുള്ള ഓരോ കഥാപാത്രങ്ങളാണ് നമ്മൾ കണ്ട സോയി, ഹൈറിസ്, എമിലി, സാറ, അതേപോലെ തന്നെ ഇപ്പൊ കാണുന്ന ക്രിസ്റ്റി എന്ന് പറഞ്ഞ ഈ ഒരു കഥാപാത്രം വരെയും. അപ്പോൾ താൻ കെട്ടിച്ചമച്ച ഒരു കഥയിൽ അവൾക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യങ്ങൾ വേണമല്ലോ. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കഥാപാത്രങ്ങളെല്ലാം ആലീസ് എന്ന് പറഞ്ഞ ആ കഥാപാത്രത്തെ തൻ്റെ സ്വന്തം ഐഡന്റിറ്റിയെ കൊന്നു എന്നുള്ള കഥ അവൾ വരുത്തി തീർത്തു. അതുകൊണ്ട് തന്നെ അവൾക്ക് ധൈര്യമുള്ളൊരു പുതിയ പേഴ്സണാലിറ്റി വേണം. അതുകൊണ്ടാണ് ക്രിസ്റ്റി എന്ന് പറഞ്ഞൊരു പേഴ്സണാലിറ്റി അവൾ ഡെവലപ്പ് ചെയ്തെടുത്തത്. ഇപ്പോൾ ക്രിസ്റ്റിക്കാണെങ്കിലോ മറ്റുള്ളവരെക്കാട്ടിലും നല്ല രീതിയിൽ ധൈര്യമുണ്ട്, പേടിയില്ലാത്തൊരു പെൺകുട്ടിയാണ്. അത് സത്യത്തിൽ ഈ ഡോക്ടർക്കും അറിയാം. അതുകൊണ്ടാണ് അയാൾ ഓരോ തവണയും പുതിയ രീതിയിൽ അവൾക്ക് ആ ഒരു ഷോക്കിംഗ് ട്രീറ്റ്മെൻ്റ് ഉണ്ടല്ലോ അതെല്ലാം കൊടുത്ത് ഓരോ പേഴ്സണാലിറ്റികളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവൾ പുതുതായിട്ട് നിർമ്മിച്ച ആ ഒരു പേഴ്സണാലിറ്റി ക്രിസ്റ്റി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പേഴ്സണാലിറ്റിയെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള എല്ലാ പേഴ്സണാലിറ്റി കഥാപാത്രങ്ങളെയും അവൾ കൊല്ലാൻ തുടങ്ങിയത്. അതും ആലീസ് എന്ന് പറഞ്ഞ മറ്റൊരു പെൺകുട്ടിയുണ്ടെന്നും അവളുടെ പ്രേതമാണ് എല്ലാവരെയും കൊല്ലുന്നതെന്നും എന്നുള്ളൊരു കഥ അവൾ സ്വയം ഉണ്ടാക്കിയത്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഡോക്ടർ പറഞ്ഞിട്ട് അവളോട് പറയുന്നുണ്ട്, ഇപ്പോൾ നിനക്കും പോകാൻ സമയമായി എന്ന് പറയുന്നതും പെട്ടെന്ന് ആലീസിൻ്റെ ആ ഒരു ഗോസ്റ്റ് ഉണ്ടല്ലോ അത് വന്ന് നമ്മുടെ ക്രിസ്റ്റീനെ അറ്റാക്ക് ചെയ്യുന്നത് പോലെ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം അവൾ സ്വയം ചിന്തിക്കുന്ന കാര്യങ്ങളാണ്, ഒരിക്കലും റിയൽ ആയിട്ടുള്ളതല്ല. എന്നിട്ട് ഈ ഫൈറ്റിന്റെ അവസാനം ആ പ്രേതം ഇവളെ എടുത്ത് ജനാല വഴി പുറത്തേക്ക് എറിയുന്നത് പോലെ ആലീസ് അങ്ങനെ ജനാല വഴി താഴേക്കെടുത്തൊരു ഒറ്റ ചാട്ടം അങ്ങനെ താഴെ വീഴുന്നതും ഈ ഡോക്ടറോട് താഴേക്കൊന്ന് നോക്കുമ്പോൾ അവൾ എന്തായാലും മരിച്ചിട്ടില്ല. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം, അവളുടെ ഉള്ളിലെ ക്രിസ്റ്റി എന്ന് പറഞ്ഞ ആ ഒരു കഥാപാത്രം ഇവിടെ നിന്ന് പോയെന്ന് തോന്നുന്നു. ഇപ്പം അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇതിന് മുന്നേ ഒരു സീനിൽ 2 പേര് ആ ബിൽഡിങ്ങിൽ നിന്ന് അവളെ ഇങ്ങനെ നോക്കുമായിരുന്നല്ലോ, അത് വേറെ ആരുമല്ല അവളുടെ അച്ഛനും അമ്മയും തന്നെയാണ്. ഇപ്പം അവരോട് അവളുടെ ആലീസിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഹോസ്പിറ്റലിൽ അവൾ ചെയ്ത കാര്യങ്ങൾ ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് അവർക്ക് തന്നെ ഇട്ട് കാണിച്ചു കൊടുക്കുകയാണ്. കാരണം അവളുടെ അസുഖം എത്രത്തോളം ഉണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടി. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആലീസിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവളുടെ അസുഖങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. കാരണം അവസാനം ക്രിസ്റ്റി എന്ന് പറഞ്ഞ ആ ഒരു പേഴ്സണാലിറ്റി ഉണ്ടല്ലോ അതും അവളുടെ ഉള്ളിൽ നിന്ന് പോയിട്ടുണ്ട്. അങ്ങനെ അവളുടെ അച്ഛനും അമ്മയും വന്നിട്ട്, ഓക്കെ മോളെ, ഇപ്പോൾ നിനക്ക് പരിക്ക് പറ്റിയത് കൊണ്ട് തന്നെ ഒരു 2-3 ദിവസം റെസ്റ്റ് എടുത്ത് ഇവിടെ നിന്ന് നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ ആ ഡോക്ടറും പറയുന്നുണ്ട്, അതെ ആലീസ് നിനക്കൊരു കുഴപ്പമില്ല, ഇപ്പോൾ ഓക്കെ ആണെന്ന് പറയുമ്പോൾ ആ ഒരു നേഴ്സ് ഉണ്ടല്ലോ അയാൾ വന്നിട്ട് അവളുടെ ആ ഒരു ബ്രേസ്ലെറ്റ്, ആലീസ് എന്നുള്ള പേരുള്ള ആ ബ്രേസ്ലെറ്റ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. സത്യത്തിൽ അത് മാലയുടെ മുത്തല്ലായിരുന്നു, ഈ ഒരു ബ്രേസ്ലെറ്റിൻ്റെ മുത്തുകളായിരുന്നു. അങ്ങനെ അതെല്ലാം കൊടുത്തിപ്പോൾ 2-3 ദിവസം കഴിഞ്ഞ് നമ്മുടെ ആലീസ് അവളുടെ അസുഖമെല്ലാം മാറി. അങ്ങനെ അവൾ അവിടെ നിന്ന് പോകാനായിട്ട് ബാഗെല്ലാം പാക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഓരോ പേഴ്സണാലിറ്റി ഉണ്ടല്ലോ അതെല്ലാം ഈ ഡ്രോയിങ് എല്ലാം വരച്ചത് ഇതെല്ലാം ആലീസ് തന്നെയാണ് സത്യത്തിൽ ചെയ്തിരുന്നത്. അങ്ങനെ അവൾ അവസാനം ഒരു കബോർഡ് ഇങ്ങനെ തുറക്കുമ്പോഴത്തേക്കും ക്രിസ്റ്റി എന്ന് പറഞ്ഞ ആ കഥാപാത്രം ഉണ്ടല്ലോ അത് പെട്ടെന്ന് അകത്ത് നിന്നും അവളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് പോലെ. എന്താണെന്ന് വെച്ചാൽ ആലീസിൻ്റെ ഉള്ളിൽ നിന്ന് ക്രിസ്റ്റി എന്ന് പറഞ്ഞ ആ ഒരു പേഴ്സണാലിറ്റി മാത്രം അവളെ വിട്ട് പോയിട്ടില്ല എന്നാണ് ഇവിടെ വെച്ച് കാണിച്ചു തരുന്നത്. അതോടെ ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഓക്കെ, ഇനി പറയും ഇങ്ങനൊരു ട്വിസ്റ്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ ഇല്ലയെന്ന്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.